പതാങ്കളമാണ്. ഞാനിപ്പോൾ കിടങ്ങറായിലാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ കിടങ്ങറായിലാണ്, കുട്ടനാട്, ആലപ്പുഴ ജില്ല കുട്ടനാട് കിടങ്ങറ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ആലപ്പുഴ IMS ധ്യാനഭവനിൽ നിന്ന് പുറപ്പെട്ട് വെളുപ്പിനെ രാവിലെ തന്നെ പുറപ്പെട്ട് ഉച്ചയോടുകൂടി, അതായത് നമ്മുടെ പാറയപ്പള്ളിയിലേക്കുള്ള ജപമാല റാലി IMS ധ്യാനഭവനിൽ നിന്നും IMS അമ്മയുടെ നടയിൽ നിന്നും ആരംഭിച്ച് പാറയപ്പള്ളിയിലേക്ക് എത്തുന്ന ജപമാല റാലി ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ എത്തിച്ചേരാൻ പോകുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥനാപൂർവം, അതായത് IMSൽ നിന്ന് പുറപ്പെട്ട ആ ജപമാല റാലി പ്രാർത്ഥനാപൂർവം നമ്മൾ പാറയപ്പള്ളിയിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ അവിടെ ജപമാല റാലി സമാപിക്കും. അപ്പോൾ പ്രാർത്ഥനയും കൊന്ത ചൊല്ലിയുമാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ധാരാളം ആളുകൾ ഈ ജപമാല റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. തങ്ങളുടെ നിയോഗങ്ങൾ മാതാവിൻ കൊന്തയിലൂടെ യേശുവിൻ്റെ പക്കലേക്ക് അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ആളുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മളുടെ ഈ ജംഗ്ഷനിലേക്ക് വരും. ഇപ്പോൾ ആരും ലൈവ് കട്ട് ചെയ്ത് പോകരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു വീഡിയോ എടുത്തിട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലൈവ് നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പം അങ്ങൊന്ന് വരുന്നതേ ഉള്ളൂ കേട്ടോ, ഞാൻ കാണിക്കാം. അതായത് അങ്ങൊന്ന് വരുന്നേ ഉള്ളൂ. ഇതാണ് കിടങ്ങറ പാലം, വലിയ പാലമാണ് കേട്ടോ. ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡിലെ വലിയ പാലമാണ്. അപ്പോൾ ആ പാലത്തിനക്കരയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ റാലി, ജപമാല റാലി ഇതിലെയാണ് കടന്നു പോവുക. അപ്പോൾ ഇതാണ് നമ്മളുടെ പാലം കഴിഞ്ഞ് ഇറങ്ങുന്ന ജംഗ്ഷൻ. ഈ വെളിയനാട്ടേക്ക് പോകുന്ന ജംഗ്ഷനാണ് നമ്മുടെ. എൻ്റെ നാട് വെളിയനാടാണ്. അപ്പോൾ വെളിയനാട്ടേക്ക് പോകുന്ന വഴിയാണിത്, പാലത്തിൻ്റെ അവിടെ. അപ്പോൾ അവിടെയാണ് ഇപ്പം ഞങ്ങളെല്ലാവരും, ഭക്തജനങ്ങളെല്ലാം കൂടി നിൽക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തു നിന്നുള്ള ആളുകളെല്ലാം ഇതുപോലെ വന്ന് നിന്ന് റാലിയിൽ പങ്കെടുക്കും. അപ്പോൾ ആ ഒരു റാലിയിൽ അണിചേരാനായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ധാരാളം സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വീഡിയോസ് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ ജപമാല റാലിയിൽ പങ്കെടുക്കാം. നമ്മളുടെ ഇത് കാണുമ്പോൾ നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ IMS അമ്മയോടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ റാലിയിൽ പങ്കെടുക്കുക. അനുഗ്രഹങ്ങൾ അമ്മയിൽ നിന്നും, യേശുവിൻ്റെ മാതാവായ പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്നും എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ ആ റാലി വരുന്നത് നിങ്ങളെ ലൈവായിട്ട് തന്നെ കാണിക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയൊക്കെ കാണുന്നവരൊക്കെ എല്ലാവരിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് ഇതൊരു പ്രാർത്ഥനാ നിയോഗം എന്ന പോലെ ഇത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജപമാല റാലിയാണ്. മാതാവിനോടുള്ള ഭക്തിയുടെ ഭാഗമായിട്ട് നമ്മൾ IMS ധ്യാനഭവനിൽ നിന്ന് പുലർച്ചെ വെളുപ്പിനെ പുറപ്പെട്ട റാലി ഇവിടെ ഇതിലെ ഈ പ്രധാന വീതിയിലൂടെ കടന്ന് AC റോഡിലൂടെ ചങ്ങനാശ്ശേരി പാറയപ്പള്ളിയിൽ എത്തിച്ചേരും. അപ്പോൾ അവിടെയാണ് സമാപനം. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവ് വഴി നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ഈ വീഡിയോ ഞാൻ തുടർന്ന് നിങ്ങളെ ലൈവായിട്ട് പല ഘട്ടങ്ങളായി കാണിച്ചു കൊണ്ടിരിക്കാം. അപ്പോൾ എല്ലാവരും കാണുന്നവരൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തി നമുക്ക് പ്രചരിപ്പിക്കാം. നന്ദി. അച്ഛൻ നമ്മുടെ ദേശത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയാണ്. ഹൃദയവേദനകളും പരിഹരിക്കുകയാണ്. അച്ഛൻ ഈ അവസരത്തിൽ ഓരോരുത്തരെയും ഹൃദയത്തിൽ, ഓരോരുത്തരെ മൂർധാവിൽ കൈവച്ച് കർത്താവിന്റെ അനുഗ്രഹം, കർത്താവിന്റെ അഭിഷേകം പകർന്നു തരികയാണ്. എല്ലാവരും തന്നെ ഈ ജപമാല റാലിയിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുവാൻ പ്രിയമുള്ളവരെ, നമ്മെ അനുഗ്രഹിക്കുവാനായി IMSന്റെ അമ്മ കുട്ടനാടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തരും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കായി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മയോടൊത്ത് ഈ ജപമാല റാലിയിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുവാൻ മുഴുവൻ മരിയ ഭക്തരെയും
ഹൃദയപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജപുരോഹിത ദൈവജനവുമായ പുതിയ ഇസ്രായേലായ തിരുസഭയുടെ അങ്ങയുടെ പ്രവൃത്തികളിലൂടെ അങ്ങേ പുത്രന് സാക്ഷ്യം വഹിക്കുന്നതിനും ഞങ്ങളെ പഠിപ്പിക്കണമേ. നിരയായിട്ട് വരിക. എല്ലാവരും ആ റാലിയുടെ ഭംഗിക്കൊത്ത് തന്നെ വരിക. നമ്മുടെ ലൈൻ മുറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റു വാഹനങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കുന്നതാണ്. എല്ലാവരും ലൈൻ കൃത്യമാക്കി വരിക. നമ്മുടെ ലൈൻ സുഖസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ദൃഷ്ടി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ദൃഷ്ടി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ദൃഷ്ടി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ദൃഷ്ടി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ദൃഷ്ടി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
റാലി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ബസ്സുകളൊക്കെ കടത്തി വിടേണ്ടതുകൊണ്ട് റാലി ഇങ്ങനെ ശകലം ഒരു ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കണം. കാരണം ബസ്സുകൾ മെയിൻ ജംഗ്ഷനാണ്. റാലി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ റാലി വന്നുകൊണ്ടിരിക്കുകയാണ്. IMS ധ്യാനഭവനിൽ നിന്ന് വെളുപ്പിനെ 4:30 പുറപ്പെട്ട ഈ ജപമാല റാലി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റാലി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധാരാളം ആളുകൾ ഈ റാലിയിൽ പങ്കുചേരുന്നുണ്ട്. ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് പാറയപ്പള്ളിയിലേക്കാണ്. IMS ധ്യാനഭവനിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ നടയിൽ നിന്നും IMS ധ്യാനഭവനിൽ നിന്നും പാറയപ്പള്ളി മാതാവിൻ്റെ പള്ളിയിലേക്ക്, അവിടേക്കാണ് തീർത്ഥാടന കേന്ദ്രമായ പാറയപ്പള്ളിയിലേക്കാണ് ഈ ജപമാല റാലി പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൊന്ത ചൊല്ലിക്കൊണ്ട്, പ്രാർത്ഥനാപൂർവം കൊന്ത ചൊല്ലിക്കൊണ്ടാണ് ഈ റാലിയിൽ പങ്കുചേരുന്നത്. ഒരുപാട് ദൂരം നടക്കാനുണ്ട് കേട്ടോ. കിലോമീറ്റർ എത്ര കിലോമീറ്ററാണെന്നറിയോ? ആലപ്പുഴയിൽ നിന്ന് പുറപ്പെട്ട് ചങ്ങനാശ്ശേരി കഴിഞ്ഞ് പാറയപ്പള്ളി ഒരുപാട് ദൂരമുണ്ട് കേട്ടോ. അത്രയും വെളുപ്പിനെ 4:30 പുറപ്പെട്ട റാലിയാണ് IMSൽ നിന്ന്. ഇപ്പോൾ കിടങ്ങറ ആയതേ ഉള്ളൂ, ഇനിയും കിടക്കുകയാണ്. ഏതാണ്ട് ഒരു 2 മണിയോടുകൂടി പാറയപ്പള്ളിയിൽ എത്തിച്ചേരും. അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അപ്പോൾ ഇങ്ങനെ റാലി വന്നുകൊണ്ടിരിക്കുകയാണ്. റാലി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയിലും ഒക്കെ ഉണ്ട് കേട്ടോ, ബസ്സിലും ഒക്കെ ഇതുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതുപോലെ ഒരുപാട് ബസ്സിൽ നടന്ന് മാത്രമല്ല, ബസ്സിലും വയ്യാത്ത ആൾക്കാർ, പ്രായമുള്ളവരൊക്കെ ഇതുപോലെ ബസ്സിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ധ്യാനഭവനിൽ നിന്നുള്ള ആളുകൾ, തീർത്ഥാടകർ, ഞങ്ങൾ പാറയപ്പള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. രാവിലെ 4:30 IMS ധ്യാനഭവനിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ നടയിൽ നിന്ന് ആരംഭിച്ച ഈ ജപമാല റാലി
ഇപ്പോൾ ഞങ്ങൾ പാറയപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പാറയപ്പള്ളി മാതാവിൻ്റെ നടയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ഈ വന്നതിന് ശേഷം എല്ലാവർക്കും നേർച്ച ഭക്ഷണമുണ്ട്. നേർച്ച കഞ്ഞിയൊക്കെ കുടിച്ച് ഇവിടെ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ട് അനുഗ്രഹങ്ങൾ മാതാവിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. ഇത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പള്ളിയാണ്. പാറയൽപ്പള്ളി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇത് തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. അപ്പോൾ ഇവിടെ അനുദിനം ധാരാളം ആളുകൾ വരുന്ന പ്രാർത്ഥിക്കുന്ന അനുഗ്രഹങ്ങൾ അമ്മയിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കുർബാന രാവിലെയും വൈകുന്നേരങ്ങളിലും ഒക്കെ ഉണ്ട്, ഉച്ചയ്ക്കും ഒക്കെ ഉണ്ട്, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലൊക്കെ കൂടുതൽ കുർബാനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ മാതാവിൻ്റെ അത്ഭുതം നടക്കുന്ന പള്ളിയാണ്. അപ്പോൾ ഇവിടേക്കൊക്കെ വന്ന് നമുക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കും. അതുപോലെ തന്നെയാണ് IMS ധ്യാനഭവൻ എന്ന് പറയുന്നത്. IMS അമ്മയുടെ മുന്നിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചാലും ഏത് കാര്യം കരഞ്ഞ് പ്രാർത്ഥിച്ചാലും അത് നടക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ പാറയപ്പള്ളിയും അതുപോലെ തന്നെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞ ആലപ്പുഴയിൽ നിന്നും ഈ പാറയപ്പള്ളിയിലേക്ക് നമ്മൾ തീർത്ഥാടന യാത്ര വർഷങ്ങളായിട്ട് ഇത് ഈ തീർത്ഥാടനം വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഞങ്ങൾ ഈ കുറച്ച് നേരത്തെ എത്തി, പക്ഷേ കുറേ ആൾക്കാർ വരാനുണ്ട്. നടന്നു വരുന്ന ആൾക്കാർ എത്തിയിട്ടില്ല. ഇതിപ്പം ഈ ഞങ്ങൾ ബസ്സിനുമൊക്കെ വന്നവരാണ്, അല്ലാത്തവർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതാണ് അമ്മയുടെ രൂപം കേട്ടോ. ഇത് പരിശുദ്ധ അമ്മയുടെ രൂപമാണ്. ഇവിടെ വന്ന് നമ്മൾ നേർച്ചിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അനുഗ്രഹങ്ങൾ പ്രാപിക്കുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ നമ്മളിവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഏത് കാര്യങ്ങളും അമ്മയുടെ സന്നിധിയിൽ ഒരു തുള്ളി കണ്ണീരൊഴിച്ച് പ്രാർത്ഥിച്ചാൽ അത് നടക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. കണ്ടില്ലേ ഓരോരുത്തരും ചേച്ചി കണ്ട മാതാവിൻ്റെ കാലൽക്കൊക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കണ്ടോ. ഇതുപോലെ ഓരോ കുടുംബങ്ങളും ഇതുപോലെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെയൊക്കെ കണ്ട ആളുകളൊക്കെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. കണ്ടോ, അടുത്ത ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ തീർത്ഥാടകർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ കുറേശ്ശെ ആളുകൾ നടന്ന് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ പള്ളി നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ ഫ്രണ്ടിലെ പള്ളി കാണിച്ചു. ഇത് പുതിയ പള്ളിയാണ്. ഇത് പാറയപ്പള്ളി പുതിയ പള്ളിയാണ്. അപ്പോൾ പള്ളിയുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് വലിയ പള്ളിയാണ് കേട്ടോ. ഇപ്പോൾ തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ട് ഇത് നമ്മൾ പുതിയ പള്ളി വലിയ പള്ളിയായിട്ട് തന്നെയാണ് പണിത് വരുന്നത്. കണ്ടില്ലേ. അപ്പോൾ അത് ഒരുപാടുണ്ട്, വലിയ പള്ളിയാട്ടോ. ഞാനിപ്പം മുകളിലോട്ടൊന്നും കയറുന്നില്ല, ഇവിടെ നിന്ന് ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ കൂദാശയും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട്. നമ്മളുടെ ഭക്തജനങ്ങൾക്ക് വേണ്ടി ഞാനത് പിന്നീട് ഇതിൻ്റെ കൂദാശ സമയത്തൊക്കെ എടുത്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ കഞ്ഞിയും കാര്യങ്ങളൊക്കെ കുടിക്കാൻ ഇവിടെ വരുന്നവർക്ക് ഇതിൻ്റെ സൈഡിലായിട്ടുണ്ട്. അവിടെ വന്ന് ഭക്ഷണം കഴിക്കാം, പിന്നെ നേർച്ചയൊക്കെ ഇട്ട് നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് IMS തീർത്ഥാടകർക്ക് സ്വാഗതം എന്ന്. കണ്ടോ, ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, നടന്ന് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ഇത് മെയിൻ റോഡാണ് കേട്ടോ. ആ റോഡിൽ നിന്നുള്ള കവാടമാണിത്. ഇത് കണ്ടില്ലേ, ഇവിടെ IMS തീർത്ഥാടകർക്ക് സ്വാഗതം എന്ന് എഴുതിയിട്ടുണ്ട്. എല്ലാ കൊല്ലവും ഇവിടെ നടക്കുന്ന കേട്ടോ. അപ്പോൾ ഇതുപോലെ വന്ന് ആളുകൾ, ഇതാണ് മാതാവിൻ്റെ നട. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. ഇവിടെ വന്ന തീർത്ഥാടകർക്കെല്ലാം ഇന്ന് നേർച്ച ഭക്ഷണമൊക്കെ ഇവിടെ ഇതിൻ്റെ പുറകിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭക്ഷിച്ച് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്ത് പോകാം. ഇത് കണ്ടില്ലേ, ആളുകളൊക്കെ രൂപത്തിലൊക്കെ തൊട്ട് പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് താൽക്കാലികമായിട്ടുള്ള ചെറിയ പള്ളി. ഇതാണ് ഇപ്പോൾ ഇവിടെയാണ് കുർബാനയും വിശുദ്ധ കുർബാനയും കാര്യങ്ങളൊക്കെ. പള്ളി നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇവിടെയാണ് കുർബാനയും കാര്യങ്ങളൊക്കെ. അപ്പോൾ തീർത്ഥാടകരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വന്നവരൊക്കെ പള്ളിക്ക് ഉള്ളിൽ കയറുന്നു, ഭക്ഷണം കഴിച്ച് കയറുന്നു.
ലൈവാ എപ്പം വാങ്ങുന്നുണ്ടായിരുന്നോ?
തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ദൃഷ്ടിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ദൃഷ്ടിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ദൃഷ്ടിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ 40 നമ്മളുടെ ഈ ലൈവിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. വൈകുന്നേരമായി കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞാൽ നല്ല മഴയും ഇടിയും മിന്നലും ഒക്കെയാണ്. അപ്പോൾ ഞാൻ ഈ സമയത്ത് അതിന് മുമ്പ് ഒരു വീഡിയോ അങ്ങ് ചെയ്യാമെന്നുള്ള ഇതിലാണ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്നൊക്കെ ഞാൻ വിശ്വസിക്കുകയാണ്. ഞാനും ഏതായാലും നല്ല സുഖമായി തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് 1-2 കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, എഴുതി ഒന്നും പേപ്പറിലൊന്നും റെഡിയാക്കിയിട്ടൊന്നും പറയുന്നതല്ല. നമ്മുടെ മനസ്സിൽ ശരിയെന്ന് തോന്നുന്നതും നല്ലതുമായ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നമ്മൾ സമൂഹത്തിന് നന്മ ചെയ്യുക, അതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം, അല്ലേ? നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ 70 വയസ്സ് വരെയൊക്കെ ജീവിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ചെന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റം 70 വയസ്സിനൊന്നും മുകളിൽ പോവില്ല. അപ്പം നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിൽ കുറച്ചൊക്കെ നന്മകൾ ചെയ്ത് ആളുകൾക്കൊക്കെ സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. പറ്റുമെങ്കിൽ ആൾക്കാരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കുറച്ചൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ആരെയും ഉപദ്രവിക്കാൻ പോകരുത് കേട്ടോ. അത് ദൈവത്തിൻ്റെ മുമ്പാകെ അതിന് ശിക്ഷയും കാര്യങ്ങളുമൊക്കെ കിട്ടും. അത് നമ്മൾ പറ്റുന്ന നന്മ ചെയ്തു കൊടുക്കുക. ആരുടെയും വഴി മുടക്കുകയോ ഒരാളുടെ അന്നം മുടക്കുകയോ ഒരാൾക്ക് മാർഗതടസ്സം സൃഷ്ടിക്കുകയോ ഒന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കതിൻ്റെ ശിക്ഷയും കാര്യങ്ങളും ഒക്കെ ലഭിക്കും. അത് ഒരു സംശയവുമില്ല. അതൊന്നുമല്ല നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, അതൊന്നുമല്ല. ഞാനതൊരു ആമുഖമായിട്ടൊക്കെ ഒന്ന് പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഓരോ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അത്ഭുതവും കൗതുകവും ഒക്കെ തോന്നും, അല്ലേ? ഇപ്പോൾ നമ്മളുടെ വിദ്യാഭ്യാസ രംഗം, അല്ലേ, എത്രയോ മികച്ചതാണ്. കേരളം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മുമ്പിൽ, ഇന്ത്യക്ക് ലോകത്തിൻ്റെ മുമ്പിലൊക്കെ ഒരു മാതൃകയാണ്, അല്ലേ? കാരണം വിദ്യാഭ്യാസത്തിൽ ഏത് മഹത്വ രാജ്യങ്ങളെക്കാളും ലോകോത്തരം നിലവാരം പുലർത്തുന്ന നല്ല സ്റ്റാൻഡേർഡ് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സ്ഥലം നമ്മുടെ കൊച്ചു കേരളം തന്നെയാണ്. അതിന് നേതൃത്വം വഹിക്കുന്ന നമ്മളുടെ ഗവൺമെൻറ്റും ഒക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ചിലവഴിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളുടെ സ്കൂളുകളിൽ കഴിഞ്ഞ ദിവസം കൊച്ചിയിലൊക്കെ ഒരു സംഭവം ഉണ്ടായി, അല്ലേ? അതായത് ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയെ സ്കൂൾ മാനേജ്മെൻറ്റ് ചില കാര്യങ്ങൾ അത് പാടില്ല എന്ന് പറഞ്ഞു. ശരിക്കും ഒരു സ്കൂളിന് അതിൻ്റേതായ ഒരു നിയമാവലിയൊക്കെ ഉണ്ട്, അല്ലേ? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതായത് ആ നിയമം അനുസരിച്ചേ ആ സ്കൂളിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മളൊരു കുട്ടിയെ സ്കൂളിൽ ചേർക്കുമ്പോൾ ആ സ്കൂളിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ആ സ്കൂളിൻ്റെ റൂൾസും കാര്യങ്ങളും ഒക്കെ അവർ നമ്മളോട് പറയും. അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും അതനുസരിക്കാനായിട്ടൊക്കെ നമ്മൾ ബാധ്യസ്ഥരാണ്, അല്ലേ? ശരിയല്ലേ? ഇപ്പോൾ ഞാൻ എൻ്റെ കുട്ടിയെ അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവിനെ ഒക്കെ നമ്മൾ സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ ആ സ്കൂളിലെ നിയമങ്ങൾ അനുസരിക്കുവാൻ ഞാനും നിങ്ങളും ഒക്കെ ബാധ്യസ്ഥരാണ്. കാരണം അല്ലെങ്കിൽ നമുക്ക് ആ നിയമം അനുസരിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് വേറെ സ്കൂളുകളുണ്ട്, നമ്മുടെ ഓപ്ഷനിൽ വേറെ സ്കൂളുകളൊക്കെ ഉണ്ട്, അവിടെ ചേർത്ത് പഠിപ്പിക്കണം. അപ്പം നമ്മളൊരു സ്കൂളിൽ നമ്മുടെ കുട്ടിയെ അവിടെ ചേർക്കുമ്പോൾ അപ്പോൾ അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇപ്പം നമുക്കറിയാം, ഒരു സ്കൂളിൽ എന്ന് പറഞ്ഞാൽ പല കാറ്റഗറിയിലുള്ള പിള്ളേരുണ്ടാവും, പല മതത്തിലുള്ള പിള്ളേരുണ്ടാവും, ശരിയല്ലേ? അപ്പോൾ
ഈ ചിലപ്പം കാശുകാരുള്ള കുട്ടികൾ, കാശുള്ള വീട്ടിലെ കുട്ടികൾ കാണും, കാശില്ലാത്ത വീട്ടിലെ കുട്ടികൾ കാണും, മിഡിൽ ക്ലാസ് ഫാമിലി കാണും. അപ്പോൾ ഒരു സ്കൂളിൻ്റെ നിയമാവലി എന്ന് പറയുന്നത് ഇപ്പോൾ യൂണിഫോം, അതിൻ്റെ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു സ്കൂളിന് യൂണിഫോം ഉണ്ടല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ യൂണിഫോം നമ്മൾ നിർബന്ധമാക്കുന്നത്? അതായത് ആ സ്കൂളിൻ്റെ അച്ചടക്കത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ ആ സ്കൂളിലെ അച്ചടക്കം തന്നെ അത് ബാധിക്കും, അല്ലേ? ശരിയല്ലേ? ഇപ്പോൾ എനിക്ക് തോന്നുകയാണ് നാളെ ഞാൻ മുണ്ടും ഒരു ടീഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് സ്കൂളിൽ പോയി പഠിക്കാം എന്ന് വിചാരിച്ചാൽ അവിടുത്തെ യൂണിഫോം എന്ന് പറഞ്ഞപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്കൂളിലെ യൂണിഫോം എന്ന് പറയുന്നത് ഒരു കറുത്ത പാൻറ്റും വെള്ള ഷർട്ടും ആണെങ്കിൽ തീർച്ചയായും എല്ലാ കുട്ടികളും ആ കറുത്ത പാൻറ്റും വെള്ള ഷർട്ടും ആൺകുട്ടികൾ ധരിക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലാതെ ഇപ്പം ഞാൻ ഉടനെ ചിന്തിക്കുകയാണ്, ഇല്ല എനിക്കത് നിയമത്തിൽ പറ്റില്ല, ഞാൻ അവിടെ നാളെ മുതൽ ടീഷർട്ടും വെള്ളമുണ്ടും കൊടുത്തോണ്ടേ വരുള്ളൂ. ഒരിക്കലും നടക്കില്ല. കാരണം അത് ആ സ്കൂളിൻ്റെ നിയമത്തിനെതിരാണ്. നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ അവിടുത്തെ യൂണിഫോമിനെ പറ്റിയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ യൂണിഫോം ധരിക്കാൻ നിർബന്ധിതരാണ് എല്ലാവരും. ഞാനായിക്കോട്ടെ, അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും അതിന് നിർബന്ധിതരാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇത് നിയമം വെച്ചിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഷോ കാണിക്കാനായിട്ട് പലരും പല പല ഡ്രസ്സുകളൊക്കെ ധരിച്ച് കയറി വരും. അപ്പോൾ അതൊരിക്കലും പാടില്ല. പിന്നെ ഇതിനകത്ത് മുതലെടുപ്പ് നടത്തുന്നത് ചില ആൾക്കാരാണ്. ഒരിക്കലും ചിലപ്പോൾ നമ്മൾ നോക്കിയോ, ഈ ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല പ്രശ്നങ്ങളുടെയും പിന്നിൽ ആ വീട്ടുകാരായിരിക്കില്ല, ആ കുട്ടിയോ ആ കുട്ടിയുടെ പിതാവോ മാതാവോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരോ ഒന്നും ആയിരിക്കില്ല. ഇതിൻ്റെ പിന്നിൽ ചില തൽപര കക്ഷികളായിരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഉന്തിക്കൊണ്ട് വരുന്നത്. ഏതാ ഹിജാബ് ധരിച്ചില്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ശരിക്കും അവരുടെ മാതാപിതാക്കൾക്ക് അല്ല പ്രശ്നം, ആ കുട്ടിയുടെ പിതാവിൻ്റെ സംസാരത്തിൽ നിന്നൊക്കെ നമുക്കതൊന്ന് മനസ്സിലായി. അവർ അതിന് വില്ലിങ്ങാണ്. ഏതാ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ പറഞ്ഞ കണക്ക് സ്കൂൾ ഇതനുസരിച്ച് ഡ്രസ്സ് ധരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അത് രണ്ടാമത് അവരെടുത്ത് പറഞ്ഞു. അത് നല്ല കാര്യമാണ്. നമ്മൾ ശരിക്കും നന്മയുടെ വശം ചിന്തിച്ചാൽ മതി. ഒരു സ്കൂളിൽ അങ്ങനെ വെച്ചിരിക്കുന്നത് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ഒരേ ഇത് വരാൻ വേണ്ടിയിട്ടാണ് യൂണിഫോം നമ്മൾ നിർബന്ധമാക്കിയിരിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർ ഉടനെ എടുത്തിട്ടു, എന്തുകൊണ്ട് അധ്യാപകർക്കും അതുപോലെ സിസ്റ്റേഴ്സും ഒക്കെ എന്തുകൊണ്ട് യൂണിഫോം മാറി? ഒരു ഇത് ആ സ്കൂളെന്ന് പറയുന്നത് സന്യാസിനി സമൂഹം നടത്തുന്ന സ്കൂളാണ്. അതായത് സിസ്റ്റേഴ്സ് നടത്തുന്ന, ക്രിസ്തീയ വിഭാഗത്തിൻ്റെ സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളാണ്. സിസ്റ്റേഴ്സിൻ്റെ മഠത്തിൻ്റെ വേഷങ്ങളുണ്ട്. അവർ സന്യാസിനികളാണ്, ദൈവത്തിൽ അർപ്പിതമായ ജീവിതം നയിക്കുന്ന വ്യക്തികളാണ്. അവരുടെ സന്യാസ സമൂഹത്തിൻ്റെ വേഷങ്ങൾ അവർ ധരിക്കുന്നു. പിന്നെ അധ്യാപകർക്ക് അവർ ഇപ്പം കുട്ടികളായിട്ട് സ്കൂളിൽ പഠിക്കാൻ വന്നവരല്ലോ, അവരുടെ വേഷം എന്ന് പറയുന്നത് ചിലപ്പോൾ സാരി ധരിക്കുന്നവരുണ്ടാവും, ചിലപ്പം ചുരിദാർ ധരിക്കാം. അത് നോക്കേണ്ട കാര്യമില്ല. ആ സ്കൂളെന്ന് പറയുന്നത് കുട്ടികളെ ഉദ്ദേശിച്ചുള്ളതാണ്. അപ്പം കുട്ടികളുടെ നല്ല ഒരു വളർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെന്താണ് ചെയ്യേണ്ടത്? സ്കൂളിൽ നല്ല വിദ്യാഭ്യാസം ലഭിക്കാനായിട്ടുള്ള മാർഗങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. നല്ല വിദ്യാഭ്യാസം, നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അതാണ് നോക്കേണ്ടത്. ഇപ്പം ക്രിസ്തീയ സ്കൂളിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരുപാട് സംഭാവനകൾ ഈ പറഞ്ഞ ഈ ക്രിസ്തീയ വിഭാഗം സ്കൂളുകൾ നമ്മുടെ നാട്ടിൽ നൽകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞ കണക്ക് തന്നെ ഓരോ വിഭാഗങ്ങളും നമ്മുടെ ഈ നാട്ടിലെ NSSൻ്റെ എത്രയോ നല്ല സ്കൂളുകളുണ്ട്. പെരുന്നേലൊക്കെ ഞാനൊക്കെ അതിൻ്റെ മുന്നിൽ എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെയൊക്കെ പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. നല്ല സ്കൂളാണ്. അതുപോലെ NSS എന്ന് പറയുന്നത് നല്ല സ്കൂളും കാര്യങ്ങളൊക്കെയാണ്. NSSൻ്റേതായ ഒരു ഘടനയുണ്ട്, ചട്ടങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ SNDP സ്കൂളിൻ്റെ അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ഇഷ്ടമാണ്. മാനേജ്മെൻറ്റിനാണ് ആ സ്കൂള് എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതൊക്കെ തീരുമാനിക്കാനുള്ള പവർ. അതിൻ്റെ അകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു സന്നദ്ധ സംഘടനയും ഒന്നും കയറി ചോദ്യം ചെയ്യാൻ പാടില്ല. കാരണം അത് ആ മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. പിന്നെ PTA ഉണ്ട്, അതായത് പേരൻസിൻ്റെയൊക്കെ മാതാപിതാക്കൾക്കും അതിൻ്റെ അകത്ത് റോളുണ്ട്. PTA അവർ കൂടി ആലോചിച്ചുകൊണ്ട്. അപ്പം മാനേജ്മെൻറ്റിനാണ് അവിടെ കൂടുതലും റൈറ്റ് ഉള്ളത്. അവർ കാശ് മുടക്കി ഉണ്ടാക്കിയിരിക്കുന്ന സ്കൂളും കാര്യങ്ങളൊക്കെ. പിന്നെ അതുമാത്രമല്ല, അവർക്ക് ഒരു തീരുമാനമെടുക്കാനുള്ള ആ ഒരു ഉചിതമായ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ സ്കൂൾ കൊണ്ട് പിന്നെ അവർക്ക് എന്താണ്, അവരുടെ നടത്തിപ്പാണ്, അവരാണ് അതിൻ്റെ റൂൾസും കാര്യങ്ങളും ഒക്കെ പറയേണ്ടത്. അതിൻ്റെ അകത്ത് കൈകടത്താനൊന്നും പോകുന്നത് ശരിയല്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ
അതിൻ്റെ തിക്തഫലം പിന്നീട് അനുഭവിക്കേണ്ടി വരും. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഏത് പ്രസ്ഥാനമായിക്കോട്ടെ ഒക്കെ അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും അടുത്ത ഇലക്ഷനൊക്കെ വരുമ്പോഴും ഒക്കെ. അപ്പോൾ അത് ശരിയല്ല. കാരണം ഇപ്പം എൻ എസ് എസിൻ്റെതായ സ്കൂളുകൾക്ക് അല്ലെങ്കിൽ കോളേജുകൾക്ക് അവരുടേതായ നിയമാവലിയും കാര്യങ്ങളൊക്കെ അവരുടെ സ്കൂളിൻ്റെ ഉണ്ട്. പിന്നെ അതുപോലെ SNDPയുടേതായ ഉണ്ട്. പിന്നെ മുസ്ലിം സംഘടനകളുടെ സ്കൂളുകൾക്ക് അവരാണ് തീരുമാനിക്കുന്നത് അവരുടെ സ്കൂൾ എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ അവിടുത്തെ റൂൾസൊക്കെ അനുസരിക്കാമെങ്കിൽ ഇപ്പം ഞാനൊക്കെ അവിടെ ചെന്ന് അഡ്മിഷൻ എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഒരു കാരണവശാലും അവിടെ അഡ്മിഷൻ എടുക്കരുത്. അപ്പം നമുക്കത് അവരുടെ സ്കൂളിൽ പഠിക്കാം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്കൂളിൽ പോയി ചേരാവുള്ളൂ. അല്ലെങ്കിൽ SNDP സ്കൂളായിക്കോട്ടെ, NSS സ്കൂളായിക്കോട്ടെ, ഇനിയും സെൻറ്റ് ജോസഫ് സ്കൂളായിക്കോട്ടെ, പിന്നെ ഇങ്ങനെയുള്ള ഏത് സ്കൂളിലാണേലും നമ്മളവിടുത്തെ നിയമങ്ങളൊക്കെ അനുസരിക്കാൻ ബാധ്യതയാണ്. നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ പോലും യൂണിഫോം എന്തുകൊണ്ടാണ് കൊടുക്കുന്നത് അതാദ്യം മനസ്സിലാക്കുക. അത് നമ്മളുടെ എല്ലാ കുട്ടികളും ഒന്നാണ്, ഒരേപോലെയാണ്. അവിടെ വേർതിരിവില്ല. അപ്പോൾ അവിടെ ചിലപ്പം സിദ്ദിഖ് പഠിക്കുന്നുണ്ടാവും, സോണിച്ചൻ പഠിക്കുന്നുണ്ടാവും, രമേശൻ പഠിക്കുന്നുണ്ടാവും. നമ്മളൊക്കെ ഒരേ ബെഞ്ചിലിരുന്നൊക്കെ നമ്മുടെ കൂട്ടുകാരൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിലുള്ള ആൾക്കാരും ഇല്ലേ. നമ്മൾ ആ ഒരു അന്നേരം ആരെങ്കിലും കുട്ടികളിൽ ആരെങ്കിലും അങ്ങനത്തെ വേർതിരിവ് കണ്ടിട്ടുണ്ടോ? ഒരു കുട്ടിയും അങ്ങനെ ചിന്തിക്കുന്ന കണ്ടിട്ടില്ല. അതൊക്കെ ഈ സമൂഹം കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന അവരുടെ നിലനിൽപ്പിന് വേണ്ടി, രാഷ്ട്രീയക്കാർ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സംഘടനകൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഒരിക്കലും പഠിക്കാൻ വരുന്ന ഒരു കുട്ടി, ഇപ്പോൾ എൻ്റെ കൂട്ടത്തിലൊക്കെ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഒരുപാട് ഹിന്ദു സഹോദരങ്ങൾ എനിക്ക് എൻ്റെ കൂട്ടുകാരായിട്ടുണ്ട്, ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ എൻ്റെ കൂട്ടുകാരായിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്യുന്നിടത്തൊക്കെ ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ട്. ക്രിസ്ത്യൻ സഹോദരങ്ങൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗങ്ങളുമായിട്ടും നമ്മൾ ബന്ധപ്പെട്ട് ജീവിക്കുന്ന, അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണെന്നൊക്കെ ഇന്ത്യ നമ്മുടെ മതേതര രാജ്യമെന്നൊക്കെ നമ്മൾ അഭിമാനിക്കുകയൊക്കെ ചെറുപ്പം മുതൽ അങ്ങനെ പറഞ്ഞ് നമ്മൾ ശീലിച്ചതും അതനുസരിച്ച് ജീവിച്ചതും. ഈ അടുത്ത കാലത്ത് കുറേ ഈ മതേതരവാദത്തിനൊക്കെ ഭിന്നം വരുത്തുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ആര് വന്നാലും, ഇപ്പം ഞാൻ വന്നാൽ പോലും എന്നെ ഒറ്റപ്പെടുത്തണം, സമൂഹം ഒറ്റപ്പെടുത്തണം. ഈ വർഗീയത പറഞ്ഞ് വരുത്താൻ പാടില്ല. നമ്മുടെ സമൂഹത്തിൽ ഒരു കാരണവശാലും ഞാൻ പറഞ്ഞാൽ പോലും അത് അംഗീകരിക്കരുത്. വർഗീയത പറഞ്ഞ് വരുത്താൻ പാടില്ല. ഇപ്പോൾ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് സിദ്ദിഖാണ്. ഇപ്പോൾ സിദ്ദിഖിനെ ഞാനും അതുപോലെ സിദ്ദിഖ് എന്നെയും ബെസ്റ്റ് ഫ്രണ്ടായിട്ട്, അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ബെഞ്ചിലൊക്കെ ഇരുന്ന് പഠിച്ചിരിക്കുന്ന നമുക്കറിയാം, നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എത്രയോ ഹിന്ദു സഹോദരങ്ങൾ നമ്മുടെ അപ്പുറമൊക്കെ ഇരുന്നിട്ട് അവരുടെ പാത്രത്തിൽ നിന്നൊക്കെ നമ്മൾ ചോറ് കഴിച്ചിട്ടുണ്ട്, നമ്മുടെ പാത്രത്തിൽ നിന്ന് അവരെടുത്ത് കറികൾ കഴിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അങ്ങനെ നമ്മൾ എന്തെങ്കിലും വേർതിരിവ് കാണിച്ചോ? ആ കുഞ്ഞു മനസ്സിലേക്കൊക്കെ ആവശ്യമില്ലാത്ത വിഷങ്ങൾ കുത്തിവെക്കുന്നത് ഇതുപോലെയുള്ള ഈ ചില ആളുകളാണ്. ഈ കുഞ്ഞുങ്ങൾക്കൊന്നും അങ്ങനത്തെ ഒരു വേർതിരിവില്ല. അപ്പോൾ ഇതിപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൈകടത്താൻ പാടില്ല. അതുപോലെ ഒരു സംഘടനകളും ഒന്നും കൈകടത്താൻ പാടില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയൊക്കെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഏത് സമൂഹമായിക്കോട്ടെ, ക്രിസ്ത്യൻ സമൂഹമായിട്ടെ, ഹിന്ദു സമൂഹമായിക്കോട്ടെ, മുസ്ലിം സമുദായം ആയിക്കോട്ടെ, അങ്ങനെയുള്ളവരെ ആ സമൂഹം അവരെ ഒരു താക്കീത് കൊടുക്കണം. ചെയ്യാൻ പാടില്ല എന്ന് തന്നെ പറയണം. നമ്മൾ എന്താണ് ഒരമ്മ പെറ്റ മക്കൾ, അതാണ് ഈ ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ കേരളീയരാണെന്നൊക്കെ അഭിമാനിക്കുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും വലിയ ഇത് എടുക്കും. പക്ഷേ ചില കാര്യങ്ങൾ വരുമ്പോൾ, ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പം ചിലപ്പോൾ നമുക്ക് തന്നെ നാണക്കേട് തോന്നും. ശരിയല്ലേ? അപ്പോൾ അങ്ങനത്തെ നിലവാരം കുറഞ്ഞ രീതിയിലേക്കൊക്കെ പോകാതിരിക്കുക. നമ്മൾ നന്മ ചിന്തിക്കുക. ഇപ്പോൾ എൻ്റെ കൂട്ടുകാർ, എൻ്റെ നാട് ഒക്കെ നന്നായിരിക്കുക, നമ്മളുടെ സമൂഹം, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളവൻ നന്നായി കിടന്നാൽ നമ്മൾ എപ്പോഴും സന്തോഷവാനായിരിക്കത്തുള്ളൂ. ഒരു കാര്യം ചിന്തിച്ചോളുക, അതായത് നമ്മുടെ വീടിനടുത്ത് കിടക്കുന്ന ആൾ എപ്പോഴും നന്നായി കിടക്കണം, അവന് സാമ്പത്തികം ഉണ്ടാകണം, അവൻ്റെ മക്കൾ പഠിക്കണം, അവന് വിദ്യാഭ്യാസം ഉണ്ടാകണം, അങ്ങനെ നല്ല വീട് വെക്കണം, നല്ല വണ്ടി എടുക്കണം. അപ്പം നമുക്ക് ഭാരങ്ങൾ കുറയും. അവർ നന്നായി കിടക്കുമ്പോൾ നമുക്ക് നല്ല നല്ല കാര്യങ്ങളെ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ചിന്തിക്കാൻ പഠിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് പിന്നെ എൻ്റെ നാട്ടിലുള്ളവരെ ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മളുടെ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നവരോട് നമ്മളങ്ങ് വിട്ടേക്കണം. പിന്നെ നമ്മൾ അവർക്ക് ശല്യമായിട്ട് പോകരുത്. ഒരിക്കലും അവരുടെ അന്നം മുടക്കാനോ അവരുടെ മാർഗ്ഗതടസ്സം ഉണ്ടാക്കാനോ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും പോകരുത്. നമുക്കവർ എപ്പോഴും ശല്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വലിയ അടുപ്പത്തിന് പോകണ്ട. പക്ഷേ അവരെ ഉപദ്രവിക്കാൻ പോകരുത്. ഉപദ്രവിച്ചാൽ ഉറപ്പായിട്ടും ഈ ലോകത്തിൽ തന്നെ നമുക്ക് കണ്ടുവരാം. അതായത് അതിൻ്റെ ശിക്ഷ കിട്ടിയിട്ടേ പോവുള്ളൂ. നമ്മുടെ കൺമുമ്പിൽ ഇന്ന് പല കാര്യങ്ങളും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ?
പണ്ടൊക്കെ പിന്നെ ഏതാ പിന്നെ എന്നായിരുന്നു, ഇപ്പം കൂടെയാണ്. അതായത് ഈ ലോകത്തിൽ വെച്ച് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടേ പോകും. അതുകൊണ്ട് കഴിവതും നന്മ ചെയ്യാനായിട്ടൊക്കെ നോക്കുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സ്കൂളിലെ നിയമം ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിന് വിട്ടുകൊടുക്കുക. പിന്നെ PTA ഒക്കെ ഉണ്ട് ആ സ്കൂളിനൊക്കെ, അപ്പോൾ അവർക്ക് അതിനുള്ള അധികാരവും കാര്യങ്ങളും ഒക്കെ കൊടുക്കുക. നമ്മുടെ കുട്ടികൾക്ക് ആ സ്കൂളിൽ നിന്ന് നല്ല വിദ്യാഭ്യാസം കിട്ടുക എന്നുള്ളതാണ്. വിദ്യയാണ് ഏറ്റവും പരമപ്രധാനം. അറിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുട്ടികൾ തന്നെ ജീവിച്ചോളും. അറിവില്ലാതെ അജ്ഞതയിൽ പോകുമ്പോഴാണ് കുട്ടികൾ വീണ്ടും ഈ മദ്യപാനം, ഈ പറഞ്ഞ ലഹരിക്കടിമ, അങ്ങനെയൊക്കെ ഉള്ള ഇതിലേക്ക് പോകുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നല്ല അറിവ് കൊടുക്കുക. അപ്പം അതിനെന്തെങ്കിലും തടസ്സം വന്നാൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള ആ കാര്യത്തിനൊക്കെ എന്തെങ്കിലും തടസ്സമോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് നിയമപരമായിട്ട് നേരിടാം. കോടതിയെ സമീപിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. അത് നമ്മളുടെ കടമയാണ്. നമുക്ക് നമ്മുടെ കുട്ടിക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം ആ സ്കൂൾ നിഷേധിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള വിദ്യാഭ്യാസത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വരികയാണെങ്കിൽ നമുക്കതിന് നിയമമായിട്ട് മുന്നോട്ട് പോകാം. കോടതിയെ സമീപിക്കുകയും നമുക്ക് നീതി കിട്ടുകയൊക്കെ ചെയ്യും. അത് നമ്മളുടെ ഒരു അവകാശമാണ്. അപ്പോൾ അല്ലാതെ ഈ യൂണിഫോമിൻ്റെ പേരിലെന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. കുട്ടികൾക്കൊന്നും അതൊരു പ്രശ്നമില്ല. എല്ലാവർക്കും അത് ധരിച്ച് വരുന്നത് എല്ലാവരും ഒരേ ഇത് വരുമല്ലോ. അല്ലെങ്കിൽ വരുന്ന കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, നാളെ ഒരു പെൺകുട്ടി വിചാരിക്കുക സ്കൂളിൽ ഞാൻ സാരി ഉടുത്തുകൊണ്ട് വരാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ സ്കൂളിൻ്റെ ആ നിയമം തന്നെ മാറിപ്പോയില്ലേ. ബാക്കി കുട്ടികളെല്ലാം യൂണിഫോമിൽ വരിക, ചുരിദാർ ഇട്ട് ഒരേ നിറത്തിലുള്ള ചുരിദാർ ഇട്ട് വരിക, 1-2 കുട്ടികൾ മാത്രം സാരിയൊക്കെ കൊടുത്തു വരിക, അല്ലെങ്കിൽ പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ടോട്ട് വരിക എന്നൊക്കെ പറയുന്നത് ശരിയല്ല. അതിനെ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല. അതൊക്കെ നമ്മൾ ഒന്നിച്ച് നിൽക്കുക. അതിൻ്റെ അത് ജാതി, മതം, വർഗം ഒന്നും കൂട്ടിക്കുഴയ്ക്കല്ലേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എത്രയോ നല്ല കഴിഞ്ഞ ദിവസം ഫക്രുദ്ദീൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരു ചാനൽ ചർച്ചയിൽ എത്ര പക്വമായിട്ടാണ് അയാൾ ഈ കാര്യത്തോട് പ്രതികരിച്ചത്. അദ്ദേഹത്തെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുകയാണ്. കാരണം അങ്ങനെയുള്ള നമ്മൾ നന്മ പടർത്തുക. ഇപ്പം ഞാൻ ഉൾപ്പെടെ ഞാൻ സമൂഹത്തിൽ തെറ്റ് കണ്ടാൽ തെറ്റാന്ന് പറയുക. പക്ഷേ ഈ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നന്മ ചെയ്യുന്ന ആൾക്കാരെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ടുള്ള സംസാരവും അങ്ങനെ സംസാരിക്കുന്ന ആളിനെ നമ്മൾ ഒറ്റപ്പെടുത്തണം. സമൂഹം ഒറ്റപ്പെടുത്തി കളയണം. അതായത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നന്മയ്ക്കെതിരെ നമ്മൾ തിന്മ കണ്ടിട്ട് തിന്മയ്ക്കെതിരെ കണ്ണടക്കരുത്. നന്മ കണ്ടാൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മുടെ സ്കൂൾ യൂണിഫോമിൻ്റെ കാര്യത്തിലൊക്കെ അതാണ് പറയുന്നത്. അതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, ആ സ്കൂളിൻ്റെ ഒരു ഡിസിപ്ലിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അപ്പോൾ അത് പാലിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. അവിടെ ചേർത്തിരിക്കുക. അത് നിങ്ങൾ ആ സ്കൂളിൽ കുട്ടിയെ ചേർക്കുമ്പോൾ അവിടുത്തെ നിയമാവലി പറയുമല്ലോ. അപ്പോൾ ആ നിയമാവലി അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അധ്യാപകരെ ഒന്നും നമ്മൾ ഇത് തിരുത്തേണ്ട കാര്യമില്ല. അധ്യാപകർ അവരുടെ ഡ്രസ്സ്, അവർക്ക് കംഫർട്ടബിളായ ഡ്രസ്സൊക്കെ ധരിച്ച് വരട്ടെ. അവർ കുട്ടികളെ പഠിപ്പിക്കാൻ വരുന്നവർ. ഇനി അവർക്ക് ഒരേ യൂണിറ്റി ഒരേ ഇത് വേണമെങ്കിൽ സ്കൂൾ മാനേജ്മെൻറ്റ് തീരുമാനമെടുക്കുക. അത് അധ്യാപകരോടൊക്കെ കൂടി ആലോചിച്ചിട്ട് നമുക്ക് ഒരേ തരത്തിലുള്ള സാരി അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള ചുരിദാർ ഒക്കെ ഇട്ട് സ്കൂളിൽ പഠിപ്പിക്കാൻ വന്നാലോ എന്നൊക്കെ അവർക്ക് വേണമെങ്കിൽ മാനേജ്മെൻറ്റും ഈ അധ്യാപകരും ഒക്കെ കൂടി തീരുമാനിച്ച് വേണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് നല്ലതാണ്. അത് അവരുടെ ഇഷ്ടമാണ്. അവരല്ലല്ലോ സ്കൂളിൽ പഠിക്കാൻ വരുന്നത്, നമ്മൾ കുട്ടികളല്ലേ. കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. കുട്ടികളുടെ മനസ്സിന് ഒരു സന്തോഷവും അവരുടെ വിദ്യാഭ്യാസം നേടുക, അവരുടെ കലാപരമായിട്ടുള്ള എല്ലാം വികസിപ്പിക്കാൻ. ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ ജീവിക്കുന്ന സ്ഥലം ഏതാണ്? നമ്മുടെ വീടാണ്. വീട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇടപെടുന്ന സ്ഥലമെന്ന് പറയുന്നത് സ്കൂളാണ്. അപ്പോൾ അവിടെ നല്ല അന്തരീക്ഷം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ സ്കൂളിൽ നല്ലതായിട്ട് വളരട്ടെ, സന്തോഷമായിട്ട് പോകട്ടെ, ഹാപ്പിയായിട്ട് പോകട്ടെ, ആ സ്കൂളിൻ്റെ നിയമാവലി അനുസരിച്ച് ജീവിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് വന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം, താങ്ക് യു. ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ 40 അംഗളമാണ്. എല്ലാവർക്കും വെരി വെരി ഗുഡ് മോർണിംഗ്. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ് കേട്ടോ. എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലതൊക്കെ സംഭവിക്കട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറി എല്ലാവർക്കും നല്ല ഐശ്വര്യപ്രദമായ ഒരു ദിനം ഉണ്ടാകട്ടെ, ദിവസങ്ങളുണ്ടാകട്ടെ, വർഷങ്ങളുണ്ടാകട്ടെ. പിന്നെ
ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പറമ്പിലൊക്കെ ആയിരുന്നു. കാരണം പറമ്പിലെ കുറച്ച് ഞാൻ മേടിച്ചുകൊണ്ട് വന്ന കുറച്ച് വാഴ വിത്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെക്കണം. പിന്നെ കുറച്ച് കപ്പ മേടിച്ചായിരുന്നു, കപ്പത്തണ്ട് അത് ഇടണം. അങ്ങനത്തെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് തെങ്ങും തൈ പാകണം, അതായത് തേങ്ങ പാകണം, തെങ്ങും തൈക്ക് വേണ്ടിയിട്ട് പാകണം. അങ്ങനെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇന്ന് എന്താണ്, നമുക്ക് വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്തു തീർക്കാനുണ്ട്. അതായത് അരി പൊടിപ്പിക്കാൻ പോകണം. അരി കഴുകിയാൻ വെച്ചിട്ടുണ്ട്, അപ്പോൾ അരി പൊടിപ്പിക്കാൻ പോകണം. പിന്നെ മുളക് പൊടിപ്പിക്കണം. അപ്പോൾ അതൊക്കെയുണ്ട്. അപ്പോൾ മുളകൊക്കെ വെയിലത്തൊക്കെ ഇട്ട് ഉണങ്ങി എല്ലാം റെഡി ആയിരിക്കണം. ഇപ്പം 2 ദിവസം കഴുകി 2-3 ദിവസത്തെ ഉണക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ അരി അത് ഞാനിപ്പം കഴുകി അത് വാലയ്ക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി റെഡിയാക്കി ഇനിയും പൊടിപ്പിക്കണം കൊണ്ടുപോയിട്ട്. അപ്പോൾ പൊടിച്ച് വറുത്ത് കിട്ടണം. കാരണം അത് ഇവിടുന്ന് ശകലം പോകണം. കാരണം എന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ളത് വറക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് വറുത്തും കിട്ടണം. അപ്പോൾ അതുകൊണ്ടാണ്, അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അതും കൂടെ പോകണം. അപ്പോൾ ഞാൻ വീട്ടിലാണ്. ഈ പറമ്പിലൊക്കെ ഓരോന്നിങ്ങനെ ഞാൻ കുമ്മായമൊക്കെ ഇട്ട്, കട്ടയുടെ മുകളിൽ കുമ്മായമൊക്കെ ഇട്ട് പുളി പോകാൻ വേണ്ടിയിട്ട് അവിടെ വഴയും തൈയൊക്കെ വെക്കണ്ടേ, കപ്പയൊക്കെ വെക്കണം. അപ്പോൾ എന്തൊക്കെയുണ്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല അല്ലേ? പിന്നെ പറഞ്ഞു വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു രസകരമായൊരു സംഭവമൊക്കെ ഉണ്ടായി കേട്ടോ. അതായത് കഴിഞ്ഞ ദിവസം എൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് ക്യാഷ് വന്നായിരുന്നു. ഞാൻ വിചാരിച്ച് ഏതെങ്കിലും ആൾക്കാർ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് തന്നതാണെന്നാണ് വിചാരിച്ചത്. ഒരു 23,000 രൂപയോളം കിട്ടിയായിരുന്നു. ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ വന്നതാണ് കേട്ടോ. അത് പല പ്രാവശ്യമായിട്ട് ഒരു 5,000, പിന്നൊരു 5,000, പിന്നൊരു 10,000, പിന്നൊരു 10,000, പിന്നൊരു 3,000. അങ്ങനെ മൊത്തത്തിൽ ആദ്യം ഒരു 5,000, പിന്നൊരു 5,000, പിന്നൊരു 10,000, പിന്നൊരു 3,000. ഓക്കെ, അപ്പോൾ 23,000 രൂപ മൊത്തത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു, അതുകൊണ്ട് ഇതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം സഹായിച്ച ചേച്ചിയുണ്ടല്ലോ, അതുപോലെയുള്ള ഏതെങ്കിലും കുറച്ച് ആൾക്കാരെ സഹായിക്കാമെന്നുള്ള കണക്കൂട്ടലിലായിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാർ എന്നിങ്ങനെ വിളിച്ചു, മെസ്സേജൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഞങ്ങളെ കൂടെ ഒന്ന് സഹായിക്കുക, ആ ചേച്ചിയെ സഹായിച്ച കണക്ക് ഞങ്ങളെ കൂടെ ഒന്ന് സഹായിക്കുക, ഒരു ജീവിതമാർഗ്ഗമൊക്കെ ഞങ്ങൾക്കൂടെ ഒരുക്കിത്താ. അപ്പോൾ ആ ചേച്ചിക്ക് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ബേക്കറി സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്തു. അവരിപ്പം ഹാപ്പിയായിട്ട് പോകുന്നു, കച്ചവടമൊക്കെ നടത്തുന്നുണ്ട്, കുഴപ്പമില്ല. എല്ലാവരും നമ്മുടെ ഇവിടെയുള്ള എല്ലാവരും സഹകരിക്കുന്നുണ്ട്, എല്ലാവരും വാങ്ങുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ ഞങ്ങളെ കൂടെ ഒന്ന് സഹായിക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന അവസരത്തിലാണ് ഈ ക്യാഷ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ ഇവരെ കൂടെ സഹായിക്കാം, പാവങ്ങളല്ലേ, അപ്പോൾ ഇവരെ കൂടെ ഒക്കെ ഒന്ന് സഹായിക്കാമെന്നുള്ള കണക്കൂട്ടലിലൊക്കെ ഞാൻ ഇങ്ങനെ എല്ലാം പ്ലാൻ ചെയ്ത് അവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോൾ അന്ന് വൈകിട്ട് ഇതുപോലെ ഒരു കോള് വന്നു കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇതുപോലെ ചേട്ടാ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പൈസ മാറി വന്നു, അത് ഞാൻ വേറൊരാൾക്ക് അയച്ചു കൊടുത്താണ്, പക്ഷേ ചേട്ടൻ്റെ അക്കൗണ്ടിലേക്കാണ് മാറി വന്നത്. അത് എനിക്ക് തിരിച്ചു തരുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഞാൻ അയാൾക്ക് അയച്ചതാണ്, അല്ലെങ്കിൽ പിന്നെ ഞാൻ വേറെ ക്യാഷ് ഉണ്ടാക്കേണ്ടി വരില്ല. അപ്പോൾ അത് പറഞ്ഞപ്പോഴത്തേന് ഞാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, കാരണം നമുക്ക് അർഹതയില്ലാത്ത പൈസ, അതുമല്ല ഏതെങ്കിലും ഒരു പാവപ്പെട്ട, ഞാൻ വിചാരിച്ചതന്നെ ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ സഹായിക്കാൻ വേണ്ടി ആരെങ്കിലും വിട്ടു തന്നായിരിക്കും എന്നുകൊണ്ട് ഞാൻ 1-2 പേരെ വിളിക്കുകയും ചെയ്തു കേട്ടോ, നിങ്ങളെ ഞാൻ സഹായിക്കാം, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, പൈസ നിങ്ങളുടെ വന്നിട്ടുണ്ട്, ഇത് കിടപ്പുണ്ട് കേട്ടോ, അത് നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ വിട്ടു തന്നേക്കാം. അങ്ങനെ ഞാൻ ആ പുള്ളിക്ക് വിളിച്ച് തിരിച്ചയച്ചു കൊടുക്കുകയും ചെയ്തു കേട്ടോ. ഇപ്പോൾ വീഡിയോ അദ്ദേഹം കാണുന്നുണ്ടാവും, അദ്ദേഹം എൻ്റെ എല്ലാ വീഡിയോയും കാണുന്നതാണ്. പക്ഷേ അദ്ദേഹം ഒരു മര്യാദ ചെയ്തു കേട്ടോ. അദ്ദേഹം ഒരാളെ സഹായിക്കാനായിട്ട് ഒരു ചെറിയ പൈസ തന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി ഞാൻ അയാൾക്ക് മേടിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ കിട്ടിയ പൈസയ്ക്ക് ഞാൻ മേടിച്ചു കൊടുക്കുകയും ചെയ്തു, അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി തന്നെ. ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ അദ്ദേഹം കാണുന്നുണ്ട്, എൻ്റെ സ്ഥിരം ഒരു പ്രേക്ഷകൻ തന്നെയാണ്. അപ്പോൾ ആ ചേട്ടനോട് ഞാൻ ഒരു നന്ദി പറയുകയാണ് കേട്ടോ. അത്രയെങ്കിലും ചെറിയൊരു എമൗണ്ട്, കാരണം നിങ്ങളുടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കാശ് വന്നപ്പോൾ നമ്മളിങ്ങനെ പറയാതെ തന്നെ നിങ്ങൾ അങ്ങനെ ഒരു സന്മനസ് കാണിച്ചല്ലോ. അത് ഒരു ചെറിയ ഒരു ഇതാണെങ്കിൽ പോലും അത് അവർക്ക് ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടല്ലോ. അതിന് പ്രത്യേകം താങ്ക്സ് പറയുന്നത് കേട്ടോ. നല്ല നിങ്ങൾ ചെയ്തതും നല്ലൊരു കാര്യം. പിന്നെ അറിയാതെ പൈസ വന്നപ്പം സാറിനെ ആൾക്കാർക്ക് തിരിച്ചു തന്നേക്കാൻ പറയും,
നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയും വേണം. നമുക്ക് ആരുടെയും പൈസയൊന്നും വേണ്ട, നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാൻ പോയപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങളൊരു ചെറിയ എമൗണ്ട് എടുത്തിട്ട് തന്നാൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞു. അതനുസരിച്ച് നമ്മൾ അയാൾക്ക്, ഈ പറഞ്ഞ ഒരാൾക്ക് നമുക്ക് അതിനുള്ള വഴിയൊരുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ഞാൻ ക്യാഷ് ഇട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സുകൊണ്ട് നമുക്ക് ഒരാളെ എങ്കിലും സഹായിക്കാൻ പറ്റിയ. പിന്നെ നമ്മൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ ഞാൻ ഇതുപോലെ ഇടയ്ക്ക് സഹായിക്കാറുണ്ട്, ആൾക്കാരെ സഹായിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ലിമിറ്റേഷനുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വലിയ വലിയ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരെ പോലൊന്നുമുള്ള ഒരു ഇതൊന്നും നമുക്ക് പറ്റില്ല. ഫിറോസ് കുന്നുംപറമ്പ് അങ്ങനെയൊക്കെ ഉള്ളവരെന്നൊക്കെ പറഞ്ഞാൽ വലിയ ലെവലിൽ നിൽക്കുന്നവരാണ്. പിന്നെ അവരെ സഹായിക്കാനായിട്ടൊക്കെ മലപ്പുറത്തൊക്കെ ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെപ്പോലുള്ള ആൾക്കാരെയൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. കാരണം മലപ്പുറം പോലെ ഒരു വിശാലമായ ഒരു സ്ഥലമല്ലല്ലോ. പക്ഷേ മലപ്പുറത്ത് എനിക്ക് ഒരുപാട് ചങ്കുകളുണ്ട്, ഗൾഫിലുള്ളവരും ഒക്കെ ഉണ്ട്. പക്ഷേ അവരൊക്കെ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്കും ഇതുപോലെ പാവപ്പെട്ട കുറേ ആൾക്കാരെ നമുക്ക് ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാം, അവർക്കൊരാശ്വാസമാകാം, താങ്ങാകാം. പിന്നെ നമ്മുടെ ബൈബിളിലൊക്കെ ഒരു കാര്യം പറയുന്നുണ്ട്, അതുപോലെ ഖുറാനിലൊക്കെ പറയുന്നുണ്ടല്ലോ, ദാനധർമ്മം ഒരു പാപത്തിന്, നമ്മൾ ചെയ്യുന്ന ഒരു പാപത്തിനൊക്കെ പരിഹാരമാണ്. ബൈബിളിൽ അങ്ങനെ പറയുന്നുണ്ട്, സുഭാഷിതങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അതായത് ദാനധർമ്മം നമ്മൾ ചെയ്യുന്ന പാപത്തിനൊക്കെ പരിഹാരമാണ്. അപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ സഹായം എന്ന് പറയാൻ, നമുക്ക് ചില സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പാവപ്പെട്ട ആൾക്കാരെയൊക്കെ ഒന്ന് പരിഗണിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതൊക്കെ നല്ലതാണ്. അപ്പം നമുക്ക് ആരോടും നിർബന്ധിച്ചൊന്നും പോയി ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ആ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ പ്രത്യേകം വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ അക്കൗണ്ടിലേക്ക് വന്നത് നമ്മൾ തിരിച്ചയച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം ആവശ്യപ്പെട്ട അനുസരിച്ച് തിരിച്ചയക്കുകയും ചെയ്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു കാരുണ്യം കൊണ്ട് നമുക്കൊരാളെ സഹായിക്കാനും പറ്റി. അതൊരു വലിയ കാര്യം തന്നെയല്ലേ. അതായത് ഒരാളെ നമ്മൾ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കുന്നത്, ഇപ്പോൾ എല്ലാവർക്കും എന്താണ് സഹായിക്കാനൊക്കെ ആഗ്രഹമുണ്ട്. ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ സഹായിക്കാനൊക്കെ ആഗ്രഹമുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, ഒരുപാട് പാവപ്പെട്ട ആൾക്കാരെയൊക്കെ സഹായിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കൊക്കെ ഒരു ലിമിറ്റേഷനുണ്ട്. കിട്ടുന്നത് തീർന്ന് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അയച്ചു തന്നാൽ, നമ്മുടെ ഇതിലേക്ക് ഗൂഗിൾ പേയിലേക്കൊക്കെ അയച്ചു തന്നാൽ കിട്ടുന്ന പൈസയിൽ നിന്ന് നമ്മൾ ഒരു ചെറിയ എമൗണ്ടൊക്കെ ഈ പറഞ്ഞ കണക്ക് കുറേശ്ശെ നമുക്ക് പലരെ സഹായിക്കാൻ പറ്റും. നമുക്ക് ഒരാൾക്ക് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ആ ചേച്ചിയെ സഹായിച്ച കണക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ആ ജീവിതമാർഗ്ഗമൊക്കെ നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റും. അപ്പം ആളുകളും കൂടെ ഒക്കെ ഒന്ന് മനസ്സ് വെച്ച് എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ കണക്ക് സഹായത്തിനൊക്കെ ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വന്നാൽ നമുക്കൊന്ന് സഹായിക്കാം. അതിന് നമ്മളൊരു നിമിത്തം മാത്രമേ ഉള്ളൂ. ഏതാ പിന്നെ ആ ഒരു കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. പിന്നെ പിന്നെ എന്തെങ്കിലും നമ്മൾ അറിയുന്ന വിഷയം ഇതുപോലെ ജീവിതത്തിൽ നടക്കുന്ന, പിന്നെ ഒരു പ്രത്യേക കാര്യം കൂടെ ഒന്ന് പറയട്ടെ. അതായത് കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ കണക്ക് നമ്മളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളെ ഇപ്പം വിളിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നതോറും നമുക്ക് ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് കൂടി വരുന്നുണ്ട്. പ്രത്യേകം നന്ദി പറയുന്നു കേട്ടോ. ഇപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. കാരണം ഇപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ആണെങ്കിലും ഒരു ചേച്ചി, ഈ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ചേച്ചിയാണെങ്കിലും ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യും, ഗൾഫിൽ നിന്നൊക്കെയുള്ള ചേച്ചിയാണ്. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട, പിന്നെ ഏത് കാര്യത്തിനൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ കണക്ക് സഹായങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ കഴിയുന്ന രീതിയിൽ, അവർക്കൊക്കെ ഒരു ലിമിറ്റേഷനുണ്ട് കേട്ടോ, കുടുംബവും ഫാമിലിയൊക്കെ ഉള്ളവരാണ്. അപ്പം വേണ്ടുന്ന രീതിയിലൊക്കെ അറേഞ്ച് ചെയ്യുക. അതുപോലെ കുറേ ചേട്ടന്മാരും വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് വീട്ടമ്മമാരും അതുപോലെ ചേച്ചിമാരും അതുപോലെ തന്നെ ചേട്ടന്മാരൊക്കെ വന്നിട്ട് ഇപ്പം നമുക്ക് ഈ അടുത്ത കാലങ്ങളിൽ ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട്. അതുതന്നെ വലിയൊരു കാര്യമല്ലേ. കാരണം എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളാണ് എൻ്റെ എല്ലാം. കാരണം പ്രേക്ഷകരാണ്, നിങ്ങളാണ് എൻ്റെ എല്ലാം. അപ്പോൾ തീർച്ചയായും നിങ്ങളൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും നമുക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു തരികയും ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കണക്ക് എന്താണ് നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ഒരു നല്ല സപ്പോർട്ടാണ്, കറക്റ്റ് സപ്പോർട്ടൊക്കെ ചെയ്തു തരുമ്പോൾ അത് തീർച്ചയായും എന്നെ സംബന്ധിച്ച് അത് എനിക്ക് വലിയ ഒരു അവാർഡ് കിട്ടുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ നല്ല വാക്കുകളൊക്കെ ഞാൻ അതുപോലെ വില മതിക്കുന്നു കേട്ടോ. അപ്പോൾ തുടർന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഈ വീഡിയോ ഒക്കെ കാണുന്ന എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊക്കെ ഒന്ന് കാണുക കേട്ടോ. അതുപോലെ തന്നെ എല്ലാ വീഡിയോയും ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സമൂഹത്തിൽ എത്തിക്കുക. പിന്നെ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ ഇടാൻ മറക്കരുത്. അതൊക്കെ നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ലേ. പിന്നെ പറ്റുമെങ്കിൽ ചെറിയ സഹായങ്ങളൊക്കെ ആർക്കെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ
നമ്മളെ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരുപാട് ആൾക്കാർ സഹായം ചോദിച്ച് വരുന്നവരുണ്ട്. അപ്പോൾ അവരെ നമുക്ക് സഹായിക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ എനിക്കുണ്ട് സഹായിക്കണമെന്നൊക്കെയുള്ള മനസ്സുള്ള ആളൊക്കെ തന്നെയാണ്. എപ്പോഴും ഞാൻ പാവപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്ന ആളാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക. നമുക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും ഒക്കെ സാധിക്കും. പിന്നെ നിങ്ങളുടെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ സമൂഹത്തെ അറിയിക്കണമെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തൊക്കെ ആളുകളിൽ എത്തിക്കണമെങ്കിൽ ഞാൻ സഹായിക്കാം. ഞാൻ നിങ്ങളുടെ കഴിവുകളും കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെയൊക്കെ പുറത്ത് ആളുകളിൽ എത്തിക്കാൻ സാധിക്കും. നമുക്കുണ്ട് ഒരുപാട് മേഖലയിലുള്ള എല്ലാ മേഖലയിലുള്ള ആൾക്കാരും നമ്മുടെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ സിനിമ മേഖലയിലുള്ള ആൾക്കാരുണ്ട്, അതുപോലെ രാഷ്ട്രീയ മേഖലയിലുള്ള ആൾക്കാരുണ്ട്, അതുപോലെ സാധാരണക്കാരായ പാവപ്പെട്ടവരെ. എനിക്ക് ആ ചങ്കുകളോടാണ്, കാരണം എല്ലാത്തിനും കൂടെ നിൽക്കും അങ്ങനെ കുറേ ചങ്കുകൾ, അതായത് പാവപ്പെട്ട കുറേ ആൾക്കാർ. അവരോട് എനിക്ക് പ്രത്യേകമായിട്ട് നന്ദിയും കടപ്പാടുമുണ്ട്. അവർ പിന്നെ സമൂഹത്തിലെ എല്ലാ മേഖലയിലുള്ള ബിസിനസ്സുകാർ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. നമ്മുടെ കൂടെ നിൽക്കുക, നമുക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാ വീഡിയോയും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ഐശ്വര്യപ്രദമായ ഒരു ജീവിതമൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കത് പറയാനുള്ളത്, നല്ല ഒരു ജീവിതം നിങ്ങൾക്ക് ഓരോരുത്തർക്കും. നിങ്ങൾ നന്നായി കാണുമ്പോൾ എനിക്ക് സന്തോഷമായി. എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഞാനും വളരെ സന്തോഷവാനാണ്. അപ്പം നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു. വീഡിയോ ഞാൻ പുസ്തകമേളയുടെ വന്ന് എടുത്തു, അതായത് ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു. അപ്പോൾ ആ പുസ്തകമേളയുടെ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഇൻഡോർ സ്റ്റേഡിയത്തിനുള്ളിൽ തന്നെ ഇതുപോലെ വേറൊരു സ്റ്റാള് കണ്ടു. അപ്പം ഞാൻ അവിടെ വന്ന് എടുക്കുകയാണ്. കാരണം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും നമുക്ക് ഇവിടെ കിട്ടും. അതും ഈ പറഞ്ഞ കണക്ക് ഒരു കുടക്കയിൽ തന്നെ എല്ലാ സംഭവങ്ങളും കിട്ടും കേട്ടോ. അപ്പോൾ അത് ഈ പറഞ്ഞ ഈ പുസ്തകമേള നടക്കുന്ന ഇൻഡോർ സ്റ്റേഡിയത്തോട് ചേർന്ന് അതും മറ്റൊരു സ്റ്റാളാണ്. അപ്പോൾ അവിടെയാണ് അത് വേറൊരു സ്റ്റാളാണ് കേട്ടോ. ഇവരുമായിട്ട് ബന്ധമില്ല, പുസ്തക സ്റ്റാളിൻ്റെ അല്ല, അതിനോട് ചേർന്നുള്ള. നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്കൊക്കെ ഒന്ന് പോകാവേ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് കാണുക. കണ്ടാൽ മാത്രം പോരാ, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എല്ലാ വീഡിയോയും കാണുമ്പോൾ ഒരു ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ വിടുക. ഫേസ്ബുക്കിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഗ്രൂപ്പിലേക്കൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് കിടക്കാം. ഇത് കണ്ടില്ലേ, നമ്മളിപ്പം കയറുമ്പോൾ ഒരുപാട് ഇത് കണ്ടില്ലേ, ഇങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വീട്ടിലേക്ക് അകത്തുള്ള ബക്കറ്റുകൾ, അതുപോലെ പാത്രങ്ങൾ, വലിയ പാത്രങ്ങളൊക്കെ ഇത് കണ്ടില്ലേ, അതൊക്കെ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ, ബക്കറ്റുകൾ ചെറുതുണ്ട് വലുതുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വെള്ളമൊക്കെ ശേഖരിച്ച് വെക്കാനായിട്ടൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ്, ഒരുപാടുണ്ട് കേട്ടോ. അപ്പം വന്ന് നമുക്ക് നോക്കിയെടുക്കാം. കാരണം ചെറുതായിട്ടുള്ള ഡിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ബക്കറ്റുകൾ, പല ടൈപ്പ് ബക്കറ്റുകളൊക്കെ. പിന്നെ ഇത് കണ്ടില്ലേ, അലങ്കാര ഫ്ലവേഴ്സ് ഒക്കെ, ഇതോട്ട് ഫ്ലവർ വേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അലങ്കാരത്തിനായിട്ടൊക്കെ നമുക്ക് വീട്ടിലൊക്കെ മേശപ്പുറത്തും അതുപോലെ തന്നെ രൂപത്തിൻ്റെ മുമ്പിലും ഒക്കെ നമുക്ക് വെക്കാം. കണ്ടില്ലേ, നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് നല്ല പൂക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കുറേ ശേഖരങ്ങളുണ്ട് കേട്ടോ. ഞാനിത് കാണിക്കുമ്പം കണ്ടില്ലേ, ഇതിന് നമ്മൾ ക്യാമറയിലൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ, കണ്ടില്ലേ. ആഹാ, എത്ര മനോഹരം, ബ്യൂട്ടിഫുൾ, എല്ലാം അടിപൊളി അടിപൊളി. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഇതുപോലെ തന്നെ വേറെ കുറേ സംഭവങ്ങൾ ഇതുപോലെ തന്നെ ഇതൊക്കെ കണ്ടില്ലേ, വേസ്റ്റ് ഇടാനായിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളും ഒക്കെയുള്ള. പിന്നെ കണ്ടില്ലേ, അങ്ങനത്തെ ചെറുതും വലുതും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ നോക്കിയെടുക്കാൻ കേട്ടോ. നമുക്ക് ഒരുപാട് ബ്രഷ് ഐറ്റംസ്, അതുപോലെ ക്ലീനിങ് ഐറ്റംസ്, പിന്നെ സ്പ്രേ ഒക്കെ ഉണ്ടല്ലോ, വിഷമൊക്കെ അടിക്കുന്ന അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബ്രഷിൻ്റെയൊക്കെ വലിയൊരു ഐറ്റംസും കാര്യങ്ങളുണ്ട്. പിന്നെ പാത്രം കഴുകുന്ന അങ്ങനെയുള്ള ഐറ്റംസ്, പിന്നെ ബ്രഷൊക്കെ വെക്കാനുള്ള അങ്ങനത്തെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിലേക്കുള്ള എല്ലാ സംഭവങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ വെള്ളം കുടിക്കാനുള്ള വാട്ടർ ബോട്ടിൽ, അങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപിടി സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാത്രങ്ങൾ ഉണ്ടല്ലേ, ഇങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട്, ഈ പറഞ്ഞ മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനും, പിന്നെ ഫുഡൊക്കെ എടുത്ത് വെക്കാൻ, കറികളൊക്കെ എടുത്ത് വെക്കാനൊക്കെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല ഇതൊക്കെ ഉണ്ട്. അതായത് നമുക്ക് ചുമരയിലൊക്കെ ഇങ്ങനെ തൂക്കിയിടാനായിട്ടൊക്കെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ, അങ്ങനെയുള്ള ഐറ്റംസ് ഇതൊക്കെ കാണേണ്ട സംഭവങ്ങളൊക്കെ തന്നെയാണ്. കണ്ടില്ലേ,
ഒരുപാടുണ്ട്. അത്രയിലെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ചുക്കിൽ തൂക്കുന്ന സംഭവങ്ങൾ, പിന്നെ അരിപ്പകൾ, പിന്നെ കപ്പുകൾ, പിന്നെ ഡസ്പാൻ അടിച്ചുവാരി, പിന്നെ കുടുക്ക, പണ്ടത്തെയൊക്കെ നമ്മുടെ കുടുക്കകളൊക്കെ. ഇന്നിപ്പം കുടുക്കയൊക്കെ വളരെ ചുരുക്കമാണ്. അങ്ങനെയുള്ള സംഭവങ്ങളും കുറേയൊക്കെ. പിന്നെ ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള പാത്രങ്ങളൊക്കെ കേട്ടോ. ഈ വലിയ വലിയ അരി, പഞ്ചസാര, അങ്ങനെയൊക്കെ കൂടുതലൊക്കെ പൊടികളൊക്കെ ഇട്ട് വെക്കണമെങ്കിൽ അരിപ്പൊടി, അങ്ങനെയുള്ളതൊക്കെ, മൈദപ്പൊടിയൊക്കെ ഇട്ട് വെക്കണമെങ്കിൽ. പിന്നെ ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ ഡെപ്പികൾ. പിന്നെ ഇത് കണ്ടോ, പ്ലേറ്റുകളൊക്കെയാണ് കറികളൊക്കെ വെക്കുന്നത്. പിന്നെ ഭക്ഷണം കഴിക്കുന്ന, ചോറുണ്ണാനൊക്കെ ആയിട്ടുള്ള, ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ഉള്ള എല്ലാത്തിനും ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഒരുപാടുണ്ട്. ട്രേ ഒക്കെ ഉണ്ട്. പിന്നെ നമുക്കിതാ ഇത് കണ്ടില്ലേ, നല്ല മണ്ണുത്തി തൃശ്ശൂരിൻ്റെയൊക്കെയാണ് നല്ല ഇനം പച്ചക്കറികളൊക്കെ ഇവിടെ. അതിൻ്റെ വിത്തുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ലഭിക്കും. പൂച്ചെടി വിത്തുകൾ അതൊക്കെ നമുക്കിവിടെ കിട്ടും. അത് ഇവിടെ എല്ലാം നമുക്ക് നോക്കി എടുക്കാവുന്നതാണ്. അതുപോലെ എല്ലാം റെഡിയാക്കി നല്ല സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് നോക്കിയെടുക്കാം. പിന്നെ സ്പ്രേയുടെയൊക്കെ കുറേ അങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കിയെടുക്കാം. പിന്നെ കുന്തിരിക്കം സാമ്പ്രാണിയൊക്കെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ട് 30 രൂപയൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നായ്ക്കരുടെ പരിപ്പ് പൊടിയൊക്കെ ഉണ്ട്. പിന്നെ എന്താണ്, ഒരു തലയെ പുരട്ടാനൊക്കെയുള്ള എണ്ണ ഒഴിച്ച് വെക്കുന്ന അങ്ങനെയുള്ള അത് കണ്ടില്ലേ, അങ്ങനത്തെ ആയുർവേദത്തിൻ്റെയൊക്കെ ആ സംഭവമൊക്കെ കുപ്പിയിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മുൾട്ടാണി പെട്ടി എന്ന് പറയുന്ന സംഭവമല്ല, നമ്മുടെ മുഖമൊക്കെ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇരട്ടി മധുരം, വയമ്പ്, കല്ലൂരി വഞ്ചി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പഴയ റാന്തി വിളക്കൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവവും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അടുക്കളയിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പാത്രങ്ങളൊക്കെ അടുക്കി വെക്കാനുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് സംഭവങ്ങൾ ക്ലീനിങ്, ഇത് നമുക്ക് ചുക്കിലിയൊക്കെ തൂക്കാനൊക്കെയുള്ള അങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചൂലുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇതെല്ലാം കടയിലെ ആളുകളാണ്. ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. വൈകുന്നേരം ആൾക്കാർ വന്ന് എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. കാരണം ഓഫീസ് ടൈം കഴിയണമല്ലോ, ആ നേരത്തൊക്കെയാണ് ഇവിടെ കൂടുതൽ ആൾ വരുന്നത്. പിന്നെ സ്പൈസസിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്പൈസസ് ഐറ്റംസൊക്കെയാണ് സംഭവങ്ങൾ ഒരുപാടുണ്ട്. കുടംപുളിയുണ്ട്, പിന്നെ ഏലക്കയുണ്ട്, ഗ്രാമ്പുണ്ട്, കറുവപ്പട്ടയുണ്ട്, പിന്നെ അങ്ങനെയുള്ള സംഭവമൊക്കെ, ജാതിപത്രി, പിന്നെ കുരുമുളക്, അങ്ങനെയുള്ള സംഭവങ്ങൾ, പിന്നെ പെരുംജീരകം, പിന്നെ ചെറിയ ജീരകമൊക്കെ ഉണ്ട്. പിന്നെ കപ്പുകൾ, ചെറിയ ചായയൊക്കെ കുടിക്കുന്ന കപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എന്തിൻ്റെയാ കറണ്ട് പോയാൽ ബൾബ് കത്തുന്നു. 4 മണിക്കൂർ കറണ്ട് പോയാലും ബൾബ് കത്തും. ഇത് ഒരു ബൾബിൽ 7 കളറായിട്ട് കത്തുന്നത് ആണല്ലേ. പിന്നെ ഇത് ലൈറ്റില്ല, രാത്രി മാത്രമേ കത്തത്തുള്ളൂ. ശരി, അങ്ങനെ ഉണ്ടല്ലേ. വൈകുന്നേരം മാത്രമേ, അത് രാത്രി മാത്രമേ ഇരട്ടത്ത് കത്തുന്ന. ഓക്കെ. അപ്പോൾ അതിൻ്റെ റേറ്റ് എത്ര? കടയിലേക്ക് ഷോപ്പിലേക്ക് പോയാൽ 400 രൂപ വരെ വരും. ഇവിടെ 250 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇത് 3 എണ്ണം 100 രൂപ, ചെറിയ ബൾബ്. അത് 3 എണ്ണം 100 രൂപ. LED ബൾബുകളല്ല. ഓക്കെ ലാഭിക്കാം. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ സംഭവമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറണ്ട് ബില്ല് നമുക്ക് ലാഭിക്കാം. അപ്പോൾ ഇതൊക്കെ കത്തിച്ച് നമ്മളെ കാണിച്ചിട്ടൊക്കെയാണ് തരുന്നത്. അപ്പോൾ ചേട്ടൻ്റെ വീട് വണ്ടിപ്പെരിയാർ. ഓക്കെ. അപ്പം ഇവിടെ ഇപ്പം തുടക്കം മുതലേ ഇതിൻ്റെ ഓക്കെ. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ. ആളുകളൊക്കെ വരുന്ന ടൈമാണ്, ഓഫീസ് ടൈം കഴിയുമ്പോഴേ കയറുള്ളൂ. ഓക്കെ, നടക്കട്ടെ. പിന്നെ മാറ്റൊക്കെ ഉണ്ട് കേട്ടോ, ചവിട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഒരുപാട് സംഭവങ്ങളും ഇത് മാറ്റുകളൊക്കെയാണ്. ചവിട്ടി നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇത് കണ്ടില്ലേ, ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വന്നിച്ച് നോക്കിയെടുക്കാം. വീട്ടിലേക്ക് ആവശ്യമുള്ള നമുക്ക് ചവിട്ടികളും കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, പല സംഭവങ്ങളുണ്ട്, പല കളറിലുള്ളതുണ്ട്. പിന്നെ കുട്ടികളുടെയൊക്കെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്തും ഉണ്ട് കേട്ടോ. അക്ഷരമാല, മലയാള അക്ഷരമാല, ഗുണപാഠകഥകൾ, അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇംഗ്ലീഷിൻ്റെ മോറൽ സ്റ്റോറിയൊക്കെ ഉണ്ട്. പിന്നെ ഹിന്ദി പുസ്തകങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ചിത്രമാല, ഒരുപാട് കുട്ടികൾക്കുള്ള ഒരു കുറേ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ സായാഹ്ന പലഹാരങ്ങളൊക്കെ നമുക്ക് സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കത്തക്ക രീതിയിൽ വീട്ടിലെ ചെറുകടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മനപ്പാടം എഞ്ചുപടി ഒക്കെ ഉണ്ട്. പിന്നെ ABCD ഒക്കെ കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ സംഭവങ്ങളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ബെൽറ്റും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ. പിന്നെ ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോൾ എന്താണ്, ഇതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ കണ്ടില്ലേ, വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ. ഒരുപാട് ഇതിൻ്റെയൊക്കെ പലതിൻ്റെയും പേരുകൾ പോലും നമുക്കറിയില്ല. പിന്നെ അരിപ്പകളൊക്കെ ഉണ്ട്, സ്റ്റീലിൻ്റെ ഉണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്, സ്റ്റീലിൻ്റെ ഉണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കത്തികൾ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, നല്ല വിവിധയിനം കത്തികൾ, കത്രികകളൊക്കെ ഉണ്ട്. മീൻ കട്ട് ചെയ്യുന്ന, ഫിഷൊക്കെ കട്ട് ചെയ്യുന്ന സംഭവങ്ങൾ അതൊക്കെ ഉണ്ട്. പിന്നെ കത്തികളുടെ ഒരു വലിയ സംഭവം കണ്ടോ, ഒരുപാടുണ്ട് കേട്ടോ കത്തികൾ. ഇത് കണ്ടോ, വെട്ടിരൂപയൊക്കെ ഉണ്ടല്ലേ, വെട്ടിരൂപ അതുപോലെ ഉണ്ട്. പിന്നെ തേങ്ങയൊക്കെ അറുത്തിടുന്ന അങ്ങനത്തെ അരുവയൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. അതിൻ്റെ തേങ്ങയുടെ അറുത്തിടുന്ന ചെറുത് മുതൽ വലിയ അരുവ വരെയുണ്ട് കേട്ടോ. കുറച്ച് ലോങ് ആകുന്നതുകൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടിടുക കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ലോങ് ആയിട്ട് പോകുന്നത് കൊണ്ട് ലൈവ് ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് അടുത്ത ഒന്ന് ഇത് പാർട്ടായിട്ട് ഇടുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക, തുടർന്നും കാണുക, സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കാണിച്ചു വരുമ്പോൾ ഇവിടെ നമ്മൾ കത്തികൾ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചല്ലോ. പിന്നെ സ്പൂണുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താണ്, കോരികൾ കുറേ ഉണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹോസ് കണക്ടർ അതൊക്കെയുണ്ട്. പിന്നെ നമ്മൾ എന്താണ് കടികളൊക്കെ ഇങ്ങനെ കോരുന്ന ഇതുണ്ടല്ലോ, അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹാങ്ങർ കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ, അത് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ വരുന്ന ഒരൈറ്റം എന്ന് പറയുന്നത് ചെടിച്ചട്ടികളുടെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. ചെടിച്ചട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഗ്രോ ബാഗ്, നമുക്ക് വീട്ടിലെ പച്ചക്കറിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് വെക്കണമെങ്കിൽ അങ്ങനെയുള്ള ഗ്രോ ബാഗ്. പിന്നെ ഇത് കണ്ടില്ലേ, അരകല്ലിൽ ഇങ്ങനെ നമുക്ക് സാധനങ്ങൾ, ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിലിട്ട് അരച്ച് പൊടിച്ച് ഇടിച്ചൊക്കെ എടുക്കാം. പിന്നെ ചിരവ അതൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ കാർഷിക സാധനങ്ങളൊക്കെയാണ് ഇത്. നമുക്ക് പൂന്തോട്ടമൊക്കെ നമുക്ക് കിളയ്ക്കാനോ അങ്ങനെയുള്ള ചെറിയ എന്താണ് തൂമ്പ കാര്യങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊത്തിക്കിളയ്ക്കുന്ന അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. വളമിട്ട് കൊടുക്കാനായിട്ട് ചകഞ്ഞെടുക്കുന്ന അങ്ങനത്തെ സാധനങ്ങൾ അങ്ങനത്തെ. പിന്നെ അരമൊക്കെ ഉണ്ട് നമുക്ക് ഈ പറഞ്ഞ കണക്ക് എന്താണ് കത്തിക്ക് മുറിച്ച് കൂട്ടുന്നത് അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ അപ്പച്ചട്ടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പച്ചട്ടി കാര്യങ്ങൾ അങ്ങനത്തെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാം ഉണ്ട്. പിന്നെ എന്താണ് ഒരു പിടി ചപ്പാത്തി പലക, പിന്നെ എന്താണ് പിടി സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ പാത്രങ്ങളാണ് കേട്ടോ. അതായത് എന്താണ് ഈ സ്റ്റീലിൻ്റെ കുറേ പാത്രങ്ങളൊക്കെയാണ് ഉള്ളത്. ബക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ കറികളൊക്കെ എടുത്ത് വെക്കാനുള്ള പാത്രങ്ങൾ, പിന്നെ ബേസിന്, പിന്നെ ചോറ്റുപാത്രങ്ങൾ, നമ്മുടെ സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ടിരുന്ന ചോറ്റുപാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണിത് കണ്ടോ. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തവികൾ, ചിരട്ടത്തവി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ്. ഒരുപാട് ഇതുപോലെയുള്ള തവി ഐറ്റംസും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. പണ്ടൊക്കെ നമ്മൾ മോര് കടയുന്ന ആ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ചെറിയ ടൈപ്പുണ്ട്. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്ന പരത്തുന്ന സാധനമൊക്കെ ഉണ്ട്. പിന്നെ കീ ചെയിൻ്റെ ഇതൊക്കെയാണ് കുറേ സംഭവങ്ങൾ, അക്ഷരങ്ങളൊക്കെ എഴുതി വെച്ച അങ്ങനെയുള്ള കീ ചെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പല മോഡലുകളൊക്കെ ഉണ്ട് കേട്ടോ, തടിയിൽ ചെയ്തതോ അല്ലാത്തതും ഒക്കെ ഉണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് നമ്മൾ ഇത് പെട്ടികളൊക്കെയാണ് കേട്ടോ, നമ്മുടെ പൈസയൊക്കെ ഇട്ട് വെക്കാനായിട്ടൊക്കെയുള്ള അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്ലവർ ഹൗസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വീട്ടിലേക്ക് ഒരുവിധപ്പെട്ടവരൊക്കെ ലേഡീസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്കൊക്കെ ഈ മാറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് നല്ല ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ഹാങ് ചെയ്ത് അവിടെയൊക്കെ എല്ലായിടത്തും തൂക്കിയിട്ടിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ് പൊട്ടുകൾ, കുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെയുള്ള പൊട്ടുകൾ കാര്യങ്ങളൊക്കെ പല വെറൈറ്റിയുടെ, ചെറുതും മുതൽ വലുത് മുതൽ അങ്ങനെയൊക്കെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതാണ് ഈ കാണുന്നത്, തൂക്കിയിട്ടേക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? അടുത്ത് കൊണ്ടുവന്ന് കാണിക്കണം. പല സംഭവങ്ങളുണ്ട് കേട്ടോ.
പിന്നെ തലയിലിടുന്ന പെണ്ണുങ്ങളുടെ മുടിയൊക്കെ കെട്ടാനുള്ള അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ അതിൻ്റെ തലയിലിടുന്ന ഫ്ലവറുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സ്ലൈഡ് കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. മൊത്തം അത് തന്നെ കേട്ടോ. ഈ ഭാഗത്ത് മുഴുവൻ അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം തലയിലിടുന്നതും ഹാങ് ചെയ്ത് മുഴുവൻ ഇട്ടിരിക്കുക, കണ്ടില്ലേ? ഇവിടെ എല്ലാം അങ്ങനെ അങ്ങേ അറ്റം വരെ ഒന്ന് ഇട്ടിരിക്കുക കേട്ടോ. ഇത് കണ്ടില്ലേ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ ആ സ്ഥലത്ത് അത് തന്നെയാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ ചീർപ്പ് കാര്യങ്ങളൊക്കെയാണ്, കണ്ടോ? ഞാനിങ്ങനെ കാണിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഇതൊക്കെ എല്ലാം നമ്മൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ എല്ലാം ഉണ്ട് ഇവിടെ, കണ്ണാടി മുതൽ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ ബാഗ്, ലേഡീസ് ബാഗൊക്കെ ഉണ്ട്, ഹാൻഡ് ബാഗൊക്കെ അതില്ലേ, അതൊക്കെ ഉണ്ട്. പിന്നെ പേഴ്സൊക്കെ ഉണ്ട്. അപ്പം എല്ലാ സംഭവങ്ങളും വെറൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കടയിലെ ആളാണോ? എങ്ങനെയുണ്ട് കച്ചവടങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, പോകുന്നുണ്ട്. ഇപ്പോൾ ഓഫീസ് ടൈം കഴിയുന്ന സമയത്ത് ആൾ വരാൻ തുടങ്ങും. ഇവിടുത്തെ ഒരു പ്രത്യേകത, കോട്ടയം നഗരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അക്ഷരനഗരിയില്ലേ. അപ്പം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ വരണം. അപ്പോൾ ആ ഒരു ടൈമിലാണ്. അപ്പോൾ ഇപ്പം ആൾക്കാർ വന്ന് കയറിക്കൊണ്ടിരിക്കുന്നു അല്ലേ. കച്ചവടയിലെ കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെ ബാഗുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികളുടെ ബാഗ്, വലിയവരുടെ ബാഗ്, മുതിർന്നവരുടെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പൂച്ചട്ടികളും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പേഴ്സ് അല്ലേ, ഒരുപാടുണ്ട് അല്ലേ. ബാഗ്, പേഴ്സ്, ജെൻസിൻ്റെ ഉണ്ട്, ലേഡീസിൻ്റെ ഉണ്ട്. കണ്ടില്ലേ, ലേഡീസിൻ്റെ ഒക്കെ ജെൻസിൻ്റെ ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ. അതുപോലെ ലേഡീസിൻ്റെ ഒക്കെ വലിയ കളക്ഷൻ തന്നെ അങ്ങ് വരെ ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള സമയം. പിന്നെ ഇത് കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ 120 മുതൽ മുകളിലോട്ടുണ്ട്. പല ടൈപ്പ് ഉണ്ട്. അതായത് അതിൻ്റെ ഇതനുസരിച്ച്, ക്വാളിറ്റി ഒക്കെ അനുസരിച്ച് അപ്പോൾ ഉണ്ട്. ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ അദ്ദേഹം പറയുന്നത് ഒരുപാട് കളക്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ സംഭവങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, പൊട്ടും അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ, അത് ഇതെല്ലാം ഒരു സെക്ഷനിലായിട്ടാണ്. പിന്നെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടോ. അതായത് ജീപ്പ്, JCB, വണ്ടി, ലോറി, കാറ്, ആംബുലൻസ്, പിന്നെ എന്താണ്, ഒരുപിടി താറാവ്, കോഴി, അങ്ങനെയൊക്കെയുള്ള ഒരുപിടി സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ പറഞ്ഞ കണക്ക് ഉണ്ട്. അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഇത് സംഭവം നോക്കിയെടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ നോക്കിയെടുക്കാം. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ സ്വന്തം അക്ഷരനഗരിയായ കോട്ടയത്താണ് കേട്ടോ. കോട്ടയത്ത് നമ്മുടെ നാഗമ്പടം ഇൻഡോർ സ്റ്റേഡിയമാണ് കേട്ടോ. ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഈ പറഞ്ഞ ഈ പുസ്തകമേളയും നടക്കുന്നുണ്ട്, ഇവിടെ ഈ പറഞ്ഞ സ്റ്റാളും നടക്കുന്നുണ്ട്. രണ്ടും അടുത്തടുത്താണ് കേട്ടോ. അപ്പോൾ ഈ പുസ്തകമേള നടക്കുന്നതിനോട് ചേർന്ന് തന്നെ അതിൻ്റെ പുറകിലായിട്ട് തന്നെയാണ് ഈ സ്റ്റാളും ഉള്ളത്. അപ്പോൾ വീട്ടിലേക്ക് ആവശ്യമുള്ള എന്ത് സാധനങ്ങൾ വാങ്ങണമെങ്കിലും നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും ഒക്കെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ചാനൽ കേട്ടോ, യൂട്യൂബ് ചാനൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഇപ്പം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്കെല്ലാം, ഏത് വീഡിയോ നമ്മുടെ കണ്ടാലും ഒരു ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ സാധനങ്ങളൊക്കെ ആൾക്കാർ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ടൈമിൽ ഈ കടയിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരുപാട് സ്റ്റാളുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇപ്പം മൊബൈലിൻ്റെ ഒരു സ്റ്റിക്ക് കൊടുക്കുന്ന ഒരു കടയാണ്. അപ്പം ഞാനത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ. അപ്പോൾ എന്ത് വാങ്ങാൻ വന്ന? മൊബൈൽ സ്റ്റിക്ക് വാങ്ങാൻ, ഇതിൻ്റെ സ്റ്റാൻഡ് വാങ്ങാൻ വന്ന അല്ലേ. അപ്പോൾ മുക്കി വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അത് കുഴപ്പമില്ല. ഈ സംഭവമൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന അതൊക്കെ തന്നെ, കുറച്ച് കട്ടിയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. എവിടെ വീട്? ഇവിടെ കുമരനെല്ലൂരാ. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ നീളം നമുക്ക് അങ്ങനെ ഇപ്പം നമുക്ക് അങ്ങനെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം അല്ല, അത് മുറുക്കാൻ പറ്റും. അതിൻ്റെ സൈഡിലത്തെ അത് മുറുക്കാൻ പറ്റും. അത് കണ്ടില്ലേ, അത് മുറുക്കാം. അത് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മുറുക്കുകയോ അയക്കുകയോ ചെയ്യാം. അത് അങ്ങനെ മുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാമറ അതേ തന്നെ ഫിറ്റ് ചെയ്താൽ പറ്റും. അപ്പോൾ അതാകുമ്പോൾ നിന്നുകൊണ്ട് നമുക്ക് പ്രോഗ്രാംസ് ചെയ്യാനായിട്ട്. അത് ഇത് കണ്ടോ, ഇത് കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന സാധനത്തെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ക്യാമറ വെക്കാം, മൊബൈൽ വെക്കാം. എന്നിട്ട് നമുക്ക് ലൈവായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അത് നല്ലതാണ്. ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ 3-4 ടൈപ്പ് ഉണ്ട്. അപ്പം പൊക്കമുള്ളതുണ്ട്, പല ടൈപ്പിൻ്റെ നോക്കി ഞാൻ വെച്ചിട്ടുണ്ട്.
ഇതേ തന്നെ നമുക്ക് പൊക്കം അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ആ ഒരെണ്ണം അങ്ങനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതാണ് സംഭവം. എന്താ ഇവിടെ ഈ കസ്റ്റമർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഫാമിലിയും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, അതാ അത് കൊതുകിൻ്റെ സംഭവം ഏതാണ്ടൊക്കെ കാണിക്കുന്നുണ്ട്, ഞാൻ ചോദിക്കാത്തത്. ചേട്ടാ സാധനങ്ങളൊക്കെ വാങ്ങിയോ, മേടിച്ചോ? വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പല ടൈപ്പ് ഉണ്ട് കേട്ടോ, പല സാധനങ്ങളുണ്ട്. ഞാനിപ്പോൾ കയറി നോക്കി, അപ്പം കുഴപ്പമില്ല, നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ. പിന്നെ ഈ പറഞ്ഞാൽ കണ്ട മൊബൈലിൻ്റെ സ്റ്റാൻഡുകളൊക്കെ ഇപ്പം നമുക്ക് ഈ സ്വന്തമായിട്ട് വീഡിയോ ഒക്കെ തനിച്ച് ചെയ്യുന്നവരെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരുപാട് സ്റ്റാൻഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾ കാണേണ്ട ആ സംഭവം കൊതുകിൻ്റെ, അത് നല്ലതാണ്. അത് ഈ ലൈറ്റ് ആകർഷിച്ചിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു, കൊതുക് അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെ അതിനെ നശിപ്പിക്കുന്ന സംഭവമൊക്കെയാണ്. അപ്പോൾ എവിടെ വീട്? ഇവിടെ തന്നെ, കോട്ടയം തന്നെ. കോട്ടയം തന്നെ. വന്നിരുന്നു. അന്ന് തിരക്കായിരുന്നു. ഉണ്ട്, സമയം 14-ാം തീയതി വരെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഉണ്ട്. ചേട്ടാ അതെന്താണ് മേടിച്ചോ? ഓക്കെ ഓക്കെ. അത് 350 രൂപ 2 ബൾബായിട്ട് വരുന്നതാണ്. അത് ഭയങ്കര പവറാണ്. ഇപ്പോഴത്തെ ഫ്രണ്ട് മോഡലാണ്, വാട്ടർ പ്രൂഫാണ്. നമുക്ക് ഗേറ്റിന്റെ ഫ്രണ്ടിൽ റൂമിലൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. ഇത് വെറും 350 2 ബൾബായിട്ട് ഭയങ്കര പവറാണ്. 290 സിംഗിൾ. ഒരുപാട് പേരെ കാസ്റ്റ് കിട്ടും. പിന്നെ വാട്ടർ പ്രൂഫാണ്. നമുക്ക് ഗേറ്റ് റൂമിൽ അവിടെ സാധനം വെക്കാൻ ഇല്ല. കറണ്ടായിട്ട് ഒരു ഫ്രണ്ട് സാധനം സോളാറാണ്. ഒരു കറണ്ടിന്റെ ആവശ്യത്തിന് ഒരു വെയിൽ മാത്രം. നല്ല കാണാം. ഭംഗിക്ക് നമ്മളെ വീടിന്റെ സൈഡിലേക്ക് ഭംഗി വാം ലൈറ്റ് അടിച്ചപ്പോൾ നല്ല ഭംഗി. രാത്രി തന്നെ നേരെ കൊടുക്കുമ്പോൾ കത്തിക്കിട്ടാണ്. കറണ്ടിന്റെ ഒരു പരിപാടി വെറും സോളാറാണ്. വെയിലേക്ക് മാത്രം വെച്ചാൽ മതി. ചെറിയൊരു വെടുത്ത് കിട്ടിയാൽ തന്നെ സാധനം ഊർജ്ജാവും. അങ്ങനെ അതിന്റെ പ്രത്യേകത. ആ ഡബിൾ എടുത്ത് ചെയ്യാൻ നല്ല പവറുള്ള സാധനമാണ്. നല്ല സാധനമാണ്. അതിന്റെ മുതൽ 2 ബൾബായിട്ടാണ്. നല്ല പവറാണ്. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, ഓരോ ഫാമിലിയൊക്കെ വന്ന് ഇങ്ങനെ കടയിൽ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ അവർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സോളാറിൽ കത്തുന്ന ബൾബാണ് ഇപ്പോൾ ചേച്ചി നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കൊതുകിനെ ഓടിക്കുന്ന ഇതുണ്ട്. അതായത് ആ ലൈറ്റിങ് കണ്ടിട്ടാണ് കൊതുക് വരുന്നത്. അപ്പോൾ അത് ആകർഷണ വലയത്തിൽ പെട്ടിട്ട് അത് ചെറിയ ഇലക്ട്രിക് തരിപ്പ് അതടിക്കുമ്പോൾ അത് കരിഞ്ഞ് ചത്തുപോകും. അങ്ങനത്തെ സംഭവങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അതാണിപ്പോൾ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് അവർക്കൊക്കെ ഫാമിലിയല്ലേ, അപ്പോൾ വീട്ടിലേക്ക് ആവശ്യമുള്ള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ എന്ത് സംഭവമാണേലും ഇവിടെ എല്ലാ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ കൂടെ നിൽക്കുക, കട്ടയ്ക്ക് നിൽക്കുക. നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും. ഏത് കാര്യം ഉണ്ടെങ്കിലും നമ്മളെ അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ ഇതുപോലുള്ള ഇതൊക്കെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൻ്റെയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മളുടെ വാട്സപ്പൊക്കെ മിക്കവാറും എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. പഴയ വീഡിയോ ഒക്കെ നോക്കിയാൽ മതി. അതിനകത്തൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പറൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് മെസ്സേജ് വിടുക. അപ്പോൾ നിങ്ങളുടെ ഷോപ്പായിക്കോട്ടെ, നിങ്ങളുടെ കലാവിരുതുകളായിക്കോട്ടെ, കഴിവുകളായിക്കോട്ടെ ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ മറക്കണ്ട, ഇപ്പം നമ്മളുടെ ഇവിടെ കോട്ടയം നാഗമ്പടത്ത് ഈ പറഞ്ഞ നമ്മളുടെ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ 2 സ്റ്റാളുകൾ നടക്കുന്നുണ്ട്. ഒന്ന് പുസ്തകമേളയുടെ സ്റ്റാൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പുറകിലായിട്ട് ഇതുപോലെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ, അതായത് വീട്ടു ഉപകരണങ്ങളെല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ 40-ാംകുളമാണ്. എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ലൈവ് വന്നിരിക്കുന്നത് 1-2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തായിരുന്നല്ലോ, ഒരു വീഡിയോ ചെയ്തായിരുന്നു. വാഴവിത്ത് എടുക്കുന്ന വീഡിയോ ചെയ്തില്ലായിരുന്നോ, മല്ലപ്പള്ളി പോയിട്ട്.
അപ്പോൾ മല്ലപ്പള്ളിയിൽ പോയിട്ട് വാഴവിത്ത് എടുക്കുന്നത് കണ്ടപ്പോൾ കുറേ കൃഷിയെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, പ്രകൃതി സ്നേഹികളായ കുറേ കൃഷിയെ ഇഷ്ടപ്പെടുന്ന. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കുറേ ആൾക്കാരൊക്കെ ചേട്ടാ കറക്റ്റ് സ്ഥലം ഏതാണെന്നൊക്കെ എന്നോട് ചോദിച്ചു. ഒന്നും അറിയാനില്ല. നമ്മളുടെ മല്ലപ്പള്ളിയില്ലേ, മല്ലപ്പള്ളി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ കേട്ടോ. ഒന്നും തെറ്റാനൊന്നുമില്ല, തൊട്ടടുത്ത് തന്നെ. അവിടെ വലിയ കച്ചവടം നടക്കുന്ന സ്ഥലം. അവിടെ ചെന്ന് ആരോട് ചോദിച്ചാലും ആ ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയാണ്, അതിൻ്റെ പുറത്തായിട്ട് തൊട്ട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ വലിയ കച്ചവടമാണ് അവിടെ കേട്ടോ. ഈ വാഴ കൃഷിയുടെയൊക്കെ എല്ലാത്തിൻ്റെയും വിത്തുണ്ട് കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചാൽ എല്ലാ വാഴവിത്തും കിട്ടുമെന്ന്. കിട്ടും, എല്ലാ വാഴവിത്തും കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് മലപ്പുറത്തു നിന്ന് വരെ കുറേ ചങ്കുകൾ വിളിച്ച് വെച്ച് ചോദിച്ചായിരുന്നു, ഈ പറഞ്ഞ കണക്ക് വാഴവിത്ത് കിട്ടുമോ, എല്ലാം കിട്ടുമോ, ഞങ്ങൾക്ക് കുറച്ച് എടുക്കാൻ, ഞങ്ങളേതായാലും അവിടെ കറങ്ങാൻ വരുന്നുണ്ട്, വരുമ്പോഴത്തേന് ഞങ്ങൾക്ക് ഈ പറഞ്ഞ മല്ലപ്പള്ളിയിൽ പോയിട്ട് എടുക്കാനായിട്ടാണ്, കിട്ടുമോയെന്ന് ചോദിച്ചു. തീർച്ചയായും നിങ്ങൾ ആലപ്പുഴയിലൊക്കെ കറങ്ങാൻ വരുന്ന സമയത്ത് അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, അതായത് ചങ്ങനാശ്ശേരി അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് അവിടെ പോയിട്ട് നല്ല ഇനം വാഴവിത്തുകളൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും. കാരണം നമുക്ക് ഏത് വേണമെങ്കിലും എല്ലാം നോക്കിയെടുക്കാവുന്നതാണ് അതിൻ്റെ പ്രത്യേകത. അതിൻ്റെ വിത്തുകൾ നമുക്കത് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. അതായത് റോബസ്റ്റ റോബസ്റ്റ എല്ലാം നല്ല വിത്തുകളാണ് കേട്ടോ. അല്ലാതെ ഈ തിരിവ് വരുന്നതോ അങ്ങനത്തെ ഒന്നുമല്ല. കാരണം ഇവരാണ് എല്ലാവർക്കും ഹോൾസെയിലായിട്ട് അവിടെ കൊടുക്കുന്നത്. എല്ലായിടത്തും പോയി ഇവർ ശേഖരിച്ചിട്ട് ഇവരാണ് കൊടുക്കുന്നത്. അപ്പോൾ റോബസ്റ്റയുണ്ട്, ഏത്തവാഴയുണ്ട്, പൂവൻവാഴയുണ്ട്, ഞാലിപ്പൂവനുണ്ട്, പിന്നെ ചെങ്കദളിയുണ്ട്. അങ്ങനെ ഏതൊക്കെ വാഴവിത്താണോ നിങ്ങൾക്ക് വേണ്ടത്, ഏത് വാഴവിത്തും അവിടെ കിട്ടും നിങ്ങൾക്ക്. എന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് വിത്തുകളുണ്ട്. അത് നമുക്ക് കിട്ടുകയില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ മലപ്പുറത്തു നിന്ന് വിളിച്ച് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു കടയിൽ സ്ഥിരമായിട്ട് വന്ന് ചായ കുടിക്കാൻ വന്നുകൊണ്ടിരുന്ന, ചായയും കടിയൊക്കെ കുടിക്കാൻ വന്നുകൊണ്ടിരുന്ന ഹനീഫ്ക എൻ്റെ വീഡിയോ എല്ലാം കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അഭിപ്രായമൊക്കെ ചോദിച്ചതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നു എന്നൊക്കെ നിങ്ങളുടെ മെസ്സേജിലൊക്കെ നമുക്ക് അറിയിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. വാട്സപ്പിലൂടെയൊക്കെ എനിക്ക് നിരന്തരം നിങ്ങൾ ഇപ്പോഴും മെസ്സേജ് അയക്കുകയും അതുപോലെ കോൾ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റാത്ത വേറെ ഒന്നും കൊണ്ടുമല്ല ഹനീഫ്ക. കാരണം ഞാൻ ചിലപ്പം തിരക്കൊക്കെ ആയതുകൊണ്ട് ചിലപ്പം പുറത്തൊക്കെ ആയിരിക്കും, പറമ്പിലോ അല്ല അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഒക്കെ കേട്ട് അതിനപ്പം തന്നെ റിപ്ലൈ തരുന്നുണ്ടല്ലോ. അപ്പോൾ മലപ്പുറത്തു നിന്നൊക്കെ ഉള്ള കുറേ ആൾക്കാർ നമ്മളോട് ചോദിച്ചു, പ്രത്യേകം താങ്ക്സ്. പിന്നെ നാട്ടിലുള്ള കുറേ ആൾക്കാരൊക്കെ നമ്മളോട് ഈ പറഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ കൃഷിയെ സ്നേഹിക്കുന്നത് എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം കൃഷിയെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ, സന്തോഷം. പിന്നെ കുറച്ച് ആൾക്കാർ നമ്മളോട് ചോദിക്കുകയുണ്ടായി, ചേട്ടാ ഒന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ. തീർച്ചയായും കേട്ടോ. അതിനിപ്പോൾ എന്താ, നമ്മളൊരു സാധാ മനുഷ്യനല്ലേ. ഞാനൊരു പാവപ്പെട്ട ഒരു സാധാരണ ഒരു മനുഷ്യനാണ്. ഞാൻ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതേ ഉള്ളൂ. അതിനപ്പുറത്തോട്ട് നമ്മൾ വലിയ ഒന്നുമില്ല. നമ്മളെല്ലാവരോടും അന്ന് കണ്ടതുപോലെ തന്നെ ഇന്നും കാണുന്നു. പിന്നെ ഒരു പക്ഷേ ഞാൻ മെസ്സേജൊക്കെ അയക്കാൻ പറ്റാത്തത് എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ്. ഞാനത് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. അതിൻ്റെ പേരിൽ ജാടയാണെന്നൊന്നും പറഞ്ഞേക്കില്ലേ. നിങ്ങളെ തീർച്ചയായും ഞാനും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. കുറേ ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, കാണാൻ പറ്റുമോ, ഞങ്ങളൊക്കെ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് തീർച്ചയായും എന്നെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും എനിക്കും കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. തീർച്ചയായും ഞാനത് ഏതെങ്കിലും അവസരത്തിൽ മീൻസ് നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഞാൻ വരുമല്ലോ, വരുന്ന സമയത്തൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ, സംസാരിക്കാം, ഒന്നിച്ചിരുന്നൊരു ചായയൊക്കെ കുടിക്കാം, അതൊരു പ്രശ്നമില്ല. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അവരോട് ഈ അവസരത്തിൽ ഞാൻ പറയുന്നത്, നമുക്കൊരു തലക്കനമുള്ള ആളല്ല, ഒരു അഹങ്കാരമുള്ള ആളല്ല. ഞാൻ എന്നും നിങ്ങളുടെ കൂടെ. നിങ്ങൾക്കറിയാലോ, എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്. എത്രയോ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തു കൊടുക്കുന്നത്. കണ്ടിട്ടില്ലേ, സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. ഇപ്പം നമുക്ക് കൊക്കിലൊതുങ്ങുന്നതല്ലേ കൊത്താൻ പറ്റുള്ളൂ. ഇപ്പം ഫിറോസ് കുന്നുംപറമ്പനെ പോലെയോ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള വലിയ ആളുകൾ ചെയ്യുന്ന കണക്ക് അത്രയും വലിയ നമുക്ക് ചാരിറ്റി ഒന്നും നമുക്ക് ചെയ്യാനുള്ള നിവൃത്തിയില്ല. നമ്മുടെ കയ്യിൽ കിട്ടുന്നത് എന്താണോ, ജനങ്ങൾ നമുക്ക് തരുന്നത് എന്താണോ, അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ നിങ്ങൾക്കും ചെയ്തു തരാം. പിന്നെ കുറച്ചൊക്കെ നമ്മളാൽ കഴിയുന്ന രീതിയിലുമൊക്കെ നമ്മൾ സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. അത് എന്നോട് അടുത്ത് നിൽക്കുന്ന ചില ആൾക്കാർക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ വേണ്ടുന്ന സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടോളൂ. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി വീഡിയോയും കാര്യങ്ങളും ഒക്കെ ചെയ്തു തരുന്നതാണ്. അതിലൊന്നും നിങ്ങൾക്ക് ഒരു വിഷമവും വേണ്ട, നമ്മളത് ചെയ്തു തരും കേട്ടോ. പിന്നെ നിങ്ങളുടെ ബന്ധത്തിലുള്ള ആൾക്കാരുടെ ഓപ്പറേഷനോ കാര്യങ്ങളോ അങ്ങനെയുള്ള സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ മടിക്കേണ്ട. വല്ല സഹായങ്ങൾ ഇപ്പോൾ മീൻസ് ബ്ലഡ് വേണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മളോട് പറയാമെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ട് നമുക്കത് വേണ്ടുന്ന സഹായങ്ങളൊക്കെ എത്തിച്ചു തരാം.
കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവുമല്ലോ. കുറേ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ചിലരൊക്കെ ഞാൻ പറയാം, സമൂഹത്തിൽ വലിയ ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഓപ്പറേഷൻ്റെയൊക്കെ സമയത്ത് ബ്ലഡ് കിട്ടാതെ വരുമ്പോൾ നമ്മളെ വിളിച്ചിട്ട് സഹായങ്ങളൊക്കെ പ്രത്യേകിച്ച ചില നിമിഷങ്ങളുണ്ട്, അവർക്ക് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മളെ അറിയിക്കുക. തീർച്ചയായും നമ്മൾ അങ്ങനെയൊക്കെയുള്ള സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തു തരും. പിന്നെ ഇത്രയേ ഉള്ളൂ, നമുക്ക് പറ്റുന്ന സഹായങ്ങൾ നമുക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്ന നമ്മൾ ചെയ്തു തരും. അപ്പം എന്നോട് കാണണമെന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ തീർച്ചയായും കണ്ടിരിക്കും കേട്ടോ. അതിലൊന്നും ഒരു വിഷമവും വേണ്ട. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ ഏതെങ്കിലും അവസരത്തിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്നെ വന്ന് ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ മുൻകൂട്ടി അറിയിക്കുമല്ലോ, ചില സ്ഥലങ്ങളിലൊക്കെ ദൂരെയൊക്കെ പോവുകയാണെങ്കിൽ. അപ്പം വരുമ്പോൾ നിങ്ങൾ വരിക, നമ്മൾ വേണ്ടുന്ന സഹായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്തു തരണമെങ്കിലൊക്കെ പറഞ്ഞാൽ നമ്മളത് വേണ്ടുന്ന രീതിയിലൊക്കെ ചെയ്തു തരാം. പിന്നെ വീഡിയോസോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയുക, നമ്മൾ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളിൽ കഴിവുള്ള കലാകാരന്മാരൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ സമൂഹത്തെ അറിയിക്കണമെങ്കിൽ, നീതി നിഷേധിക്കപ്പെട്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പിടി സഹായങ്ങൾ ചെയ്തു തരാൻ തയ്യാറാണ്. നമ്മുടെ കൂട്ടത്തിലുമൊക്കെ ഒരുപിടി നല്ല നിയമപാലകരൊക്കെ ഉണ്ട്, അഡ്വക്കേറ്റുമാരുണ്ട്, പോലീസിലൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അഡ്വക്കേറ്റുമാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാരൊക്കെ നമുക്കും പരിചയമുള്ള, നമ്മളെ സഹായിക്കുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പറ്റുന്നിടത്തോളം നമ്മളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാം. പിന്നെ രാഷ്ട്രീയക്കാർ വഴിയൊക്കെ കുറേ ആൾക്കാരൊക്കെ നമുക്ക് നല്ല കട്ട സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വഴിയൊക്കെ നമുക്ക് വേണ്ടുന്ന സഹായങ്ങളും നിയമസഹായങ്ങളും ഒക്കെ നമ്മൾ ചെയ്തു തരാം. പിന്നെ എന്തിനും നമ്മുടെ കൂടെ നിൽക്കാൻ തീർച്ചയായും ഞാനും നിങ്ങളുടെ ഒപ്പമുണ്ടാവും. അപ്പോൾ പിന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ നല്ല ഇടിയും മഴയൊക്കെ വരാൻ പോകുന്നു. നല്ല കാർമേഘമൊക്കെ മൂടി കിടക്കുന്നു. നല്ലൊരു മഴയ്ക്കുള്ള ലക്ഷണമാണ് കാണുന്നത്. ഇടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം വൈകുന്നേരം നല്ലൊരു മഴയ്ക്കുള്ള ചാൻസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടനാടിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലൊക്കെ മിക്കവാറും തന്നെ മഴ കിട്ടുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, ഉണ്ടെങ്കിലൊക്കെ അറിയിക്കുക. ഗൾഫിലുള്ള എൻ്റെ 1-2 ചങ്ങാതിമാരെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, അയ്യോ ഞങ്ങളിവിടെ കിടന്ന് ഉരുകുകയാണ്. സൗദിയിലുള്ള എൻ്റെ 1-2 ചങ്കുകൾ പറയുന്നുണ്ട്, ഞങ്ങളിവിടെ കിടന്ന് ഉരുകുകയാണ്, എന്തൊരു ചൂടാണ്, നാട്ടിലൊക്കെ ഇങ്ങനെ മഴ കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നുന്നു. സുഹൃത്തെ, നമുക്കും എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അറിയാം. ഗൾഫിലൊക്കെ വലിയ ചൂടത്ത് കിടന്ന് നിങ്ങൾ കുടുംബത്തിന് വേണ്ടി നാടിന് വേണ്ടിയൊക്കെ കഷ്ടപ്പെടുന്നതൊക്കെ നമുക്കറിയാൻ പറ്റുന്നുണ്ട്. ഞങ്ങളതിന് വിലമതിക്കുന്നു, നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ചെയ്യുന്നു. എല്ലാ പ്രവാസികളുടെയും ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പം പ്രവാസികളായ എല്ലാ ചങ്കുകൾക്കും നമ്മൾ നമ്മളുടെ ഒരു നിങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസത്തിലൊക്കെ നമ്മളും പങ്കുചേരുകയാണ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും എന്തെങ്കിലുമൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന മുറയ്ക്ക് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ ലൈവായിട്ട് വരുന്നതാണ്. ഇത്രയൊന്നും പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം മലപ്പുറത്തു നിന്നൊക്കെ കുറേ ആൾക്കാർ വിളിച്ചിട്ട് നമ്മുടെ വാഴവിത്തിനെ പറ്റിയൊക്കെ കമൻസ് പറഞ്ഞല്ലോ, അത് പറഞ്ഞു. പിന്നെ കുറേ പേര് നേരിൽ കാണണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.